ഇതൊക്കെ റയോൺ ഫോയിലിൽ വരുന്നതാണ്. അപ്പൊ ബിഗ് സൈസ് ഇനി ആവശ്യമുള്ളവർക്കും ഇതിവിടെ ഉണ്ട് 50 സൈസ്. ടാപ്പറ്റ സിൽക്ക് ആണ്, വിത്ത് ഫുൾ സ്ലീവ് ആണ്. ഞാൻ വെയിറ്റ് ചെയ്ത് പോയി നമ്മുടെ ധാവണി സാരി മെയിൻ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇറക്കിയിരിക്കണത് അല്ലേ. ടാപ്പറ്റ സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. ഇത് ഡിജിറ്റൽ പ്രിന്റില് ആലിയ കട്ട് വന്നിരിക്കുന്നതാണ്. റംസാനൊക്കെ പൊളിക്കാനായിട്ടുള്ള ബെസ്റ്റ് ഐറ്റംസ്. ഇതും അതേപോലെ തന്നെ ഒരു പീസ്റ്റൽ ഷെയ്ഡിലൊക്കെ വരുന്നതാണ്. ഇത് ചെറിയൊരു വെറൈറ്റി വരുന്നുണ്ട്. അടിപൊളി ബിഗ് സൈസിന്റെ സെക്ഷൻ മൊത്തമാണ് ഈ കാണുന്നത്. അത് വെച്ചപ്പോ എന്ത് ഭംഗിയാ മീനാക്ഷി കാണാൻ. നല്ല പീസ് കാണുമ്പത്തേന്ന് തന്നെ ആരാണെങ്കിലും ഒന്ന് നോക്കി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഗോപാല പ്രഭു റോഡാണ്. ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഗോപാല പ്രഭു റോഡാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്തത്, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ്. ഇത് കൂടാണ്ട് ഈ ഒരു റോഡിനെ പറയുന്നത് മാർക്കറ്റ് റോഡ്. അപ്പോൾ ഗോപാല പ്രഭു റോഡിൻ്റെ ജസ്റ്റ് നേരെ കാണുന്നതാണ് ശരത്. നമ്മൾ വന്നിരിക്കുന്നത് ശരത്തിലേക്കാണ് കേട്ടോ. ശരത് കുർത്തീസിൻ്റെ മാനുഫാക്ചർ മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. കുർത്തീസ് 2 പീസ് 3 പീസ് സെറ്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതും ക്വാളിറ്റീനെ കുറിച്ചിട്ട് ഒന്നും പറയല്ലേ, A1 ക്വാളിറ്റിയാണ്. കാരണം ഇതിന് മുന്നേ നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി A1 എന്ന് പറഞ്ഞാൽ A1. ഇനി റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നോക്കിയാലോ. വരൂ. അപ്പോൾ ശരത് 3 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോണത്. വരൂ കയറാം നമുക്ക്. 3 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമ്മുടെ ശരത്തിലത്തെ ഓണേഴ്സ്. ഹായ്, എന്താണ് വിശേഷം? സുഖം സുഖം. ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. അതെ അതെ, ആരാണ് ഊഹിക്കാം നമുക്ക്. ഇതാണ് ശരത് ബ്രദർ, ശരത്തിന്റെ ഓണർ. എന്താണ് വിശേഷം? എല്ലാം പ്രാവശ്യം നമ്മൾ തിരക്കാറുണ്ട്. എവിടെ നമ്മുടെ ശരത്, എവിടെ നമ്മുടെ ശരത്. കൺമുന്നിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ശരത്തിനെ. അപ്പൊ ഇപ്പൊ ഇവിടെ അക്കൗണ്ട് സൈറ്റ് അല്ലേ? അതെ അതെ. അപ്പൊ 2 വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 വട്ടം കണ്ടില്ല കേട്ടോ. എവിടെയും മുങ്ങി നടന്നേ പുറത്തായിരുന്നു. ശരി. അപ്പൊ ഇനി ഈ പ്രാവശ്യം എന്താ നമ്മുടെ വ്യൂവേഴ്സിന് വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? ആയിട്ട് ഇപ്പൊ ഈ സീസൺ ടൈം തുടങ്ങുവാണ്. ഈസ്റ്റർ ഉണ്ട്, വിഷു ഉണ്ട്, റംസാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് ലാസ്റ്റ് ടൈം ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട്. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരിയും കൂടി എടുക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വിഷുവിന് അങ്ങോട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കുർത്തീസാണ് കാണിച്ചത്. അപ്പൊ സാരി കൊടുക്കണവർക്ക്, കാരണം എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തോടെ ചോദിച്ചു. അപ്പൊ ഈ കൊല്ലം നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ടിഷ്യൂന്റെ സാരീസും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിട്ട്. ആരാണ് നമ്മള് പർച്ചേസിംഗ് ആണോ എങ്ങനെയാ? അതെ, ബാക്ക് സപ്പോർട്ട് ഫുൾ ചെയ്യുന്നു. അപ്പൊ ശരത്തിലത്തെ ബാക്കിന്റെ തല മൊത്തം ഈ ശരത്താണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, നമ്മളെ ഫാമിലി, അച്ഛനും അമ്മയും എല്ലാരും കൂടിയും ചെയ്യുന്നുണ്ട്. ഫുൾ ഫാമിലി ഉണ്ടല്ലോ. അച്ഛനും അമ്മ എങ്ങോട്ട് പോയി? അച്ഛനും അമ്മയും തിരക്കാണ്. പിന്നെ ഇവർക്ക് ഈ ഒരു 3 ഫ്ലോർ മാത്രമല്ല കേട്ടോ, ഇത് കൂടാണ്ട് തൊട്ട് അപ്പുറത്ത് നമ്മൾ തൊട്ട് സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ അവിടെയായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ ഇവിടെ ഗ്രോത്ത് വന്നത്. അത് കഴിഞ്ഞപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വിഷുവിന്റെ സെപ്പറേറ്റ് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി പർച്ചേസിംഗിന് വരുന്നവർക്കാണെങ്കിൽ സെപ്പറേറ്റ് വിഷു മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നവർക്ക് ആ ബിൽഡിങ്ങിലേക്ക് പോകാം. ഇല്ലാത്തവർക്കാണെങ്കിൽ മെയിൻ ആയിട്ട് ഇവിടെ കുറെ എന്തൊക്കെയാ വെറൈറ്റീസ്. അപ്പൊ ഞങ്ങളൊന്ന് കളക്ഷൻസ് കാണിച്ചു കൊടുത്താൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ തുടങ്ങാം. അപ്പൊ നമുക്ക് ഫുൾ കുർത്തീസ് ലേഡീസിന്റെ ഐറ്റംസ് ആണ്. ലേഡീസിന്റെ കുർത്തീസ് ആണ് മെയിൻലി ആയിട്ടുള്ളത്. മെയിൻലി സ്പെഷ്യൽ കോട്ടൺ ആണ് നമുക്ക്. അതല്ലാണ്ട് കോട്ടൺ ഈ ഫ്ലോറിലൊക്കെ വരുന്ന ജോർജറ്റ്, ഫോയിൽ, റയോൺ ഫോയിൽ, അങ്ങനെ പല പല മെറ്റീരിയൽസ് പല പാറ്റേണിലും വരുന്നുണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലേ. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വിചിത്ര സിൽക്കിന്റെ 3 പീസ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ റംസാൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാൻ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ തേർഡ് ഫ്ലോറോ? അതിന്റെ ഇടയിൽ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. അവിടെ നമുക്ക് ഡെയിലി വേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 198 ആണ്. 198 സ്റ്റാർട്ടിംഗ് റേറ്റ്. അവിടെ തൊട്ട് പല പാറ്റേണും പല ഡിസൈനും അനുസരിച്ച് റേറ്റും ഡിഫറെന്റ് ആയിട്ട് വരും. നോർമൽ കാഷ്വൽ വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന. എനിക്ക് ഇത്ര വെയിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെങ്ങനെയായിരുന്നു വെയിറ്റ് ചെയ്യാം? അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? എവിടെ സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ജോർജറ്റില് വരുന്ന ഐറ്റംസ് ആണ്. ജോർജറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ്. അതിൽ പഫ് സ്ലീവ് വരുന്ന ഐറ്റംസ് ഒക്കെയാണ്. സിംഗിൾ കുർത്തി, എ ലൈൻ കുർത്തിയാണ്. ഇതില് ജോർജറ്റിൽ വരുന്നത് അല്ലേ? ഇത് ജോർജറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് ജോർജറ്റ് ആണെന്ന് തോന്നും, പക്ഷെ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ്. പുതിയ മെറ്റീരിയൽ ആണ്. നമ്മൾ ഈ പ്രിന്റ് പല മെറ്റീരിയൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർഗൻസയിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് അല്ലേ. ഓർഗൻസയിൽ ഫുൾ വർക്ക് ആയിട്ട് വരുന്നത്, നെക്കിൽ വരുന്ന വർക്ക് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് 198 എന്ന് പറയുന്നത്. ഇതിന്റെ ഒക്കെ റേറ്റ് എന്ന് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ശരത്തിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാണാൻ പറ്റും. റയോൺ ഫോയിലിൽ വരുന്നതാണ്. റയോണില് അല്ലേ, അനാർക്കലി സ്റ്റൈലില്.
അതിന്റെ വർക്കും ഫിനിഷിങ്ങും ഒക്കെ ഓൺ മാനുഫാക്ചറിങ് ആണ് കേട്ടോ ഇവരുടെ. ഓൺ മാനുഫാക്ചറിങ്, ഓൺ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഓൺ തന്നെയാണ്. ഫുൾ ഇൻ ഹൗസ് പ്രോഡക്ട്സ് ആണ് എല്ലാം. അതെ, ഒക്കെ നല്ല ഫ്ലെയർ വരുന്ന ഐറ്റംസ് ആണ് അനാർക്കലിയിൽ. അത് പാറ്റേൺ സെയിം തന്നെ, അതിൽ വർക്കുകൾ പ്രിന്റുകൾ ഇങ്ങനെ മാറി നിൽക്കും, ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പ്രിന്റുകൾ. സെയിം പാറ്റേൺ പോലെ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഡിഫറെന്റ് ആയിട്ട് അതാ വെച്ചപ്പോ എന്ത് ഭംഗിയാ മീനാക്ഷിയെ കാണാൻ. അല്ല നല്ല രസമുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ അനാർക്കലി ആകുമ്പോഴേ നല്ലൊരു സ്റ്റാൻഡേർഡ് എലിഗന്റ് ലുക്ക്. പിന്നെ ആ വർക്കിന്റെ ഫിനിഷിങ്ങും അടിപൊളിയായിട്ടുണ്ട്. ഫിനിഷിങ് ഫുൾ നല്ല എപ്പോഴും കാണുന്ന വർക്ക് തന്നെയല്ലേ, ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്. അതെ അതെ, കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ച് യൂണിക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫീൽ ചെയ്യും. അതെ അതെ, നല്ല ഹെവിയാണ്. ഇതിപ്പോ കുർത്തി മാത്രമായിട്ടല്ലേ? അതെല്ലാം കുർത്തീസ് മാത്രമായിട്ടുള്ള വരുന്നത്. പിന്നെ വരുന്ന കളക്ഷൻ പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും അക്കോബയിൽ വരുന്നുണ്ട്. ഇത് വരുന്ന ആണ്, നല്ല അക്കോബയിൽ പ്രിന്റ് വരുന്ന ഐറ്റം ആണ്. 44 സൈസ് അല്ലേ? അപ്പൊ ഈ സൈസിന്റെ കാര്യം പറഞ്ഞപ്പോ എങ്ങനെയാ സൈസസ്? നമുക്കെല്ലാം സെറ്റ് വൈസ് ആയിട്ടാണ്. ഇത് ഐറ്റം എടുക്കുകയാണെങ്കിലും ഇതേപോലെ സെറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, സെയിം കളർ, സെയിം പാറ്റേൺ, സൈസ് മാത്രം ഡിഫറൻസ് ആയിരിക്കും. ഈ പ്ലസ് സൈസുകാർക്ക്, പ്ലസ് സൈസിനും അവർക്ക് സെപ്പറേറ്റ് സൈസ് വരും. 2XL, 3XL, 4XL അങ്ങനെ സൈസ് ആയിട്ട് വരും. ഓക്കെ, അതും ബണ്ടലായിട്ട് തന്നെ എടുക്കണം. അത് സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, 1 പീസ് അല്ല, 1 സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ 4 പീസിന്റെ ഒരു സെറ്റ് ആയിട്ടുണ്ടാവും എടുത്ത് പറയണം. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു ഹോൾസെയിൽ ആണ് കേട്ടോ. സിംഗിൾ പീസിന് വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അതെ, സിംഗിൾ പീസിന് ആരും ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ ജോർജറ്റില് വരുന്നതാണ് ഹാൻഡ് വർക്ക്. ഇതൊക്കെ ബിഗ് സൈസ് ആണ് അല്ലേ? എല്ലാം നോർമൽ സൈസ് ആണ്. ML, XL, XXL ഇതിൽ വരുന്ന 44 ആയിരിക്കണം. ഇത് XXL സൈസ് ആണ്, ലാസ്റ്റ് സെറ്റ് ആണ്. ഓക്കെ, ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അതിൽ 2 സെറ്റ് ആണ്. റംസാനും കാര്യങ്ങളൊക്കെ വരാണ്, അതിനൊക്കെ പറ്റിയ ഔട്ട്ഫിറ്റ്സ് ആണ്. ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ അങ്ങനെയുണ്ട്, കുറച്ച് ഹെവി വർക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ചൂസ് അനുസരിച്ചിട്ട് ഇവിടെ ഏതാ വേണ്ടത് എല്ലാം. ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട്? സ്റ്റാർട്ടിങ് 9 to 7 ആണ്. മോർണിംഗ് 9 AM to 7 PM ഉണ്ട്. പിന്നെ സൺഡേ ഓപ്പൺ ആണ്, കാരണം ഇന്ന് സൺഡേ ആണ് കേട്ടോ. കാരണം സൺഡേ സമയത്ത് ഇത്തിരി എല്ലാം സീസൺ ടൈമിലും സൺഡേസ് ഓപ്പൺ ആണ്, അല്ലാത്ത സമയത്ത് മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാതെ ഇതൊക്കെ സെയിം ഓരോരോ പ്രിന്റിനെല്ലാം ഇങ്ങനെ ഇത്ര ഓരോ കളർ ചാർട്ട് വരും, 4 ഷെയ്ഡ്സ് വരും, എല്ലാം സെറ്റ് വൈസ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു പാറ്റേൺ കാണിക്കുമ്പോൾ അതിന്റെ തന്നെ 4 കളർ ചാർട്ട് ഉണ്ടാവും. മിനിമം 4 കളേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ചില ഐറ്റത്തില് പ്ലെയിൻ കളേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ 6 കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് കളർ വേണമെന്ന് വെച്ചാൽ ആ കളർ നമുക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ വൈറ്റില് ജോർജറ്റ് പ്രിന്റിൽ വരുന്നതാണ്, നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല പ്ലീറ്റ്ഡ് ആയിട്ടുള്ള പല കട്ടിങ്ങും വരുന്നുണ്ട്. നമുക്ക് പ്ലീറ്റ്സ് മാത്രമല്ല, എ ലൈൻ വരുന്നുണ്ട്, സ്ലിറ്റ് വരുന്നുണ്ട്, അങ്ങനെ പല. ഇത് അതിനേക്കാളും അടിപൊളിയാണല്ലോ. റംസാനൊക്കെ പൊളിക്കാനായിട്ടുള്ള ബെസ്റ്റ് ഐറ്റംസ്. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, അങ്ങനെ വെയിറ്റ് ഒന്നും പറയാനില്ല. വർക്ക് ഇങ്ങനെ ഹെവി ആയി തോന്നിക്കും നമുക്ക്, പക്ഷെ ലൈറ്റ് വെയിറ്റ് കളക്ഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇതിലും കളേഴ്സ് ഉണ്ട്. വിചിത്ര സിൽക്സിൽ വരുന്ന ഐറ്റംസ് ആണ്. വിചിത്ര സിൽക്ക് ഒക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ. പണ്ടൊക്കെ സാരിയിലായിരുന്നു അത് മെയിൻ ആയിട്ട്. ഇപ്പൊ ഇത് കുർത്തീസിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി. ചിലവർക്ക് പഫ് സ്ലീവ് ഓക്കെ അല്ല, അപ്പൊ അവർക്കുള്ള നോർമൽ സ്ലീവ് ഉണ്ടാവും. സെയിം ഇങ്ങനത്തെ തന്നെ അല്ലേ? ഓക്കെ. അപ്പൊ നോർമൽ വേണമെങ്കിൽ അങ്ങനെ, പഫ് വേണമെങ്കിൽ പഫ്. എല്ലാത്തിനും വിചിത്ര സിൽക്ക് ചോദിച്ചാരണം. അതിന്റെ ഒരു സെറ്റ് ആണ്. 3 പീസിന്റെ അല്ലേ? ഇത് 3 പീസിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ. വീനെക്ക് ആ ട്രെൻഡും കൂടെ ഉണ്ട്. അതിന്റെ പാന്റും വരും, വിത്ത് നമ്മള് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിലും സെയിം ആ ഒരു കട്ട് വർക്കിന്റെ വർക്ക് വന്നിട്ടുണ്ട്. തട്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇവിടെ ആയിട്ട് വരും. ഫുള്ളായിട്ട് ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് തലയുടെ മുകളിലേക്കായിരിക്കും ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പൊ പെണ്ണുങ്ങളെ മൊഞ്ചത്തിയാക്കാനുള്ള പരിപാടിയാണ് മൊത്തത്തില്. അപ്പൊ ഇതിലും കളർ ചൂസ് ചെയ്യാനുണ്ടാവും, ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതും 3 പീസിന്റെ തന്നെയാണ്. ഇതെല്ലാം 3 പീസ് തന്നെയാണ്. നമ്മള് ആ ഒരു വിചിത്രയിൽ തന്നെ. ഇതിലാകുമ്പോ നമുക്ക് വർക്ക് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് ആണ്. നേരത്തെ കണ്ടതിൽ നമുക്ക് ഹാൻഡ് വർക്ക് ആയിരുന്നു. അതിൽ പാന്റ് വിത്ത് ദുപ്പട്ടയിലും ഇതുപോലെ സെയിം വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം ദുപ്പട്ട നമുക്കൊരു 2.5 meters ലെങ്ത്തിലും വരുന്നുണ്ട്. അതിനും സംശയം വേണ്ട, അതും തീർത്തു കൊടുക്കാം നമുക്ക് അല്ലേ? ഫുൾ ലെങ്ത് ഉണ്ട് എന്നുള്ളത് കാണിക്കാതാ. ഹെവി വർക്കാണ് കേട്ടോ. 1 സൈഡ് വന്നിരിക്കുന്ന ഫുൾ ഹെവി വർക്ക് ഇതാ. ഇതായിരിക്കും 3 പീസിന്റെ ഒരു കളക്ഷൻ വരുന്നത് വിചിത്ര സിൽക്കില്. അടിപൊളി കളേഴ്സാണ് കേട്ടോ. പിന്നെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ്. പിന്നെ ഈ മൊഞ്ചത്തിന്റെ പേര് ചോദിച്ചില്ലേ? നന്ദന കുട്ടി എന്താ ചെയ്യണേ? ബില്ലിംഗ് സെക്ഷനിലാണ്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നന്ദന കുട്ടി.
അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പൊ കണ്ടതിനേക്കാളും കളർ ഷെയ്ഡ് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടിയും എപ്പോഴും കാണുന്ന കളേഴ്സ് അല്ല, ഇത്രയും റയർ കളേഴ്സ്, കോമൺ വിട്ടിട്ട് കുറച്ച് മാറ്റം. എപ്പോഴും പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ ഇതും അതേപോലെ തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ വരുന്നതാണ്. അതിൽ ഡിഫറെന്റ് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ശരിക്കും ആ ഒരു വെൽവെറ്റ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ലൈറ്റ് വെൽവെറ്റ് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട്, ലൈറ്റ് മെറ്റീരിയലിൽ വെൽവെറ്റില്. പക്ഷെ വിചിത്ര സിൽക്കാണ്. പക്ഷെ കാണുമ്പോൾ ഫുൾ എന്ന് വെച്ചാൽ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ഡിഫറെന്റ് യൂണിക്ക്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം സാധാരണ ഇത്രയും നമ്മൾ ഡിഫറെന്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ സ്ലീവ് അല്ല, ഒരു ചെറിയൊരു പഫ് കൊടുത്തിട്ട് അത് ഇട്ട് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി അറിയുള്ളൂ. കണ്ടോ? അത് കൂടാണ്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു പഫും നമുക്ക് നല്ല നല്ല ഈസ്റ്ററിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഈസ്റ്ററായി, റംസാനായി, പിന്നെ വിഷു. വിഷുവിന്റെ കളക്ഷൻസ് ഇല്ലേ? അപ്പൊ വെയിറ്റ് ചെയ്ത് ഫുൾ കാണട്ടെ, സ്കിപ്പ് ചെയ്യണം, എന്നാലും നമുക്ക് വിഷുവിന്റെ കളക്ഷൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടുക്കിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ് പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെന്റ് എലിഗന്റ് ലുക്കായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത്. അടിപൊളി കളേഴ്സ്, നല്ല പേസ്റ്റ് കാണുമ്പോഴത്തേക്കും തന്നെ ആരാണെങ്കിലും ഒന്ന് നോക്കി അതാ ഞാൻ പറഞ്ഞ നേരത്തെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നത്. പിന്നെ ഇത് യോക്കില് ഡിഫറെന്റ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂല് വരുന്ന പ്രിന്റ് ആണ് മെറ്റീരിയൽ. ടിഷ്യൂ വിത്ത് വിചിത്ര, അതിൽ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് പഫ് സ്ലീവില് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. പിന്നെ ഒറിജിനൽ മിറർ ആണ് കൂടുതൽ യൂസ് ചെയ്തത്. ഒറിജിനൽ മിറർ ആണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തത് ഇതാ, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട് കേട്ടോ. അനാർക്കലി സ്റ്റൈലിൽ. ഇനി ഇതിലൊരു ലെഗിൻസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ടാപ്പറ്റ സിൽക്ക് ആണ്, വിത്ത് ഫുൾ സ്ലീവ് ആണ്. നല്ല അടിപൊളി ഫുൾ സ്ലീവ് ആയിട്ട്. ഫുൾ സ്ലീവ് സാധാരണ നോർമൽ കിട്ടാറില്ല, 3/4 ആണ് കിട്ടാറുള്ളത് കേട്ടോ. ഇത് നോർമൽ 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇത് വന്നിരിക്കുന്ന ഫുൾ സ്ലീവ് ആണ്. അത് ഇട്ട് കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ലുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ശരിക്കും ഒരു മെച്ചോറിറ്റി ഫീൽ ചെയ്യും നമുക്ക് പെണ്ണുങ്ങൾ സാധാരണ ഇടുമ്പോൾ തന്നെ. ഒരു 2 പീസ് തന്നെയാണ് ഇതിലെ ആ തട്ടത്തില് ആ ഒരു വർക്ക് വരുന്നത് അല്ലേ. ഇത് എല്ലായിടത്തും കണ്ടിട്ടില്ല കേട്ടോ. ഈ നോർമലി വെച്ചാൽ ഫുൾ ആ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഫുൾ ഈ വർക്ക് ആയിരിക്കും. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊന്നുമില്ല, ഈ ഒരു സ്ഥലത്ത് മാത്രമാകുമ്പോൾ കുറച്ച് ഫോക്കസ് കവർ ചെയ്യണമെങ്കിൽ കറക്റ്റ് കവർ ചെയ്യാൻ ചെയ്യാം. അതിന് അങ്ങനെ വേണ്ട, ഡയറക്റ്റ് സൈഡിലിടണമെങ്കിൽ സൈഡിൽ ഇടും ചെയ്യാം. അപ്പൊ ആ ഒരു വർക്ക് അവിടെയും കവറായി. നല്ല ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതാ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും ചെയ്യാം ആ ഒരു ഫ്രണ്ട് പോർഷനിൽ. ഇതിൻ്റെ അപ്പോൾ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 198 ആണ് കേട്ടോ. നമ്മൾ എല്ലാത്തിനും റേറ്റ് എടുത്ത് പറയുന്നില്ല, കാരണം ഇത് ഹോൾസെയിലാണ്. ഇവിടെ നിന്നാണ് ആൾക്കാർ എടുത്ത് പോയിട്ട് റീറ്റെയിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയുന്നത്. കാരണം നോർമൽ ആൾക്കാരൊക്കെ ഇത് നമ്മളെല്ലാം കസ്റ്റമേഴ്സും ഷോപ്പ് കീപ്പേഴ്സാണ്, ഷോപ്പുള്ള ആൾക്കാരാണ് നമ്മളുടെ മേടിക്കുന്നത്. അവർ മേടിക്കുമ്പോൾ അവർ തന്നെ എന്നോട് പറയാം, ചേച്ചി റേറ്റ് പറയായിരിക്കും, പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർജിൻ ഇടാൻ പറ്റില്ല, ഉണ്ടെങ്കിലും അവർ വീഡിയോയിൽ എടുക്കല്ലേ എന്നുള്ള ഒരു അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ്. അപ്പോൾ കോമന്റ് സെക്ഷനിൽ പറയും റേറ്റ് പറയൂ. റേറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ വിളിച്ചു ചോദിക്കൂ. എന്തിനാ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തരുന്നതായിരിക്കും. ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതി, എല്ലാം ഡീറ്റെയിൽ. അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം ഹോളിട്ട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ അടുത്ത കളക്ഷനിലേക്ക് കിടക്കാം. അടിപൊളി വിചിത്ര സിൽക്കില് മിറർ വർക്ക് വന്നിരിക്കുന്നതാണ്. അത് 3 പീസ് ആണ്. പാന്റും ദുപ്പട്ടയും വരുന്നുണ്ട്. ദുപ്പട്ട കുറച്ച് ടിഷ്യൂ മെറ്റീരിയൽ നോർമൽ വിചിത്ര സിൽക്ക് അല്ല, മിക്സ് ആണ്. മിക്സ് ഉണ്ട്, അതന്നെ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ. ആ ഒരു മെറ്റീരിയൽ കുറച്ച് തിളക്കുണ്ട്, കണ്ടോ, ഷൈനിങ് ആണ്. ടിഷ്യൂ മിക്സ് ആണ്, മിക്സ് ആയിട്ട് വരുന്നത് വിചിത്രയില് അല്ലേ. ഇതാ, ഇത് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ വരുന്നത്. അപ്പൊ എല്ലാം കുറെ മെറ്റീരിയൽ മാറ്റം, എല്ലാം പല മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ ജോർജറ്റില് ഹൈനെക്കില് വർക്ക് വരുന്നതാണ്. ഹൈനെക്കില് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ, ഇതിന് ബാക്ക് സൈഡ് ഫുൾ എൻഡ് വരെ വർക്ക് വരുന്നുണ്ട്. അത് കൂടാണ്ട് ബാക്കിലാണ് ഹിഡൻ സിപ്പ് കൊടുത്തിരിക്കുന്നത്. വേറെ പാറ്റേൺ നെറ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോ ട്രാൻസ്പെറന്റ് ആയിരിക്കും കൈ ഇങ്ങനെ. അപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ നെക്ലസ് ലാഭിക്കാം. അടിപൊളി. ഇതും 3 പീസിൽ തന്നെ. ഇത് വിചിത്രയില് തന്നെ. ഇതില് ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട നല്ല ഇതില് ദുപ്പട്ട കുറച്ച് എന്താ പറയാ വയലറ്റ് ഷെയ്ഡ്. ഇതൊക്കെ എപ്പോഴും ഗ്രീൻ, യെല്ലോ, റെഡ്, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് മാറ്റമുണ്ട്. അതില് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. അല്ല 3 പീസ് അല്ല, 2 പീസ് ആണ്. 2 പീസ്. ഓക്കെ.
എല്ലാവരും 3 പീസ് മാത്രമല്ല 2 പീസും, ചിലത് ടോപ്പും ഷോളും ആയിരിക്കും, ചിലത് ടോപ്പും പാന്റും ആയിട്ടായിരിക്കും. അങ്ങനെയാണ് 2 പീസിൽ വരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ഇതിൽ ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറി ആണ്. അത് മാത്രമല്ല നല്ല ലെങ്ത്തും ഉണ്ട്. പിന്നെ അതിന്റെ താഴത്തും നോക്കുകയാണെങ്കിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. എൻഡ് പോർഷനിൽ, പിന്നെ ഇതിന്റെ ഒരു സ്ലീവിന്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാം ഇപ്പോൾ ഫെസ്റ്റിവൽസ്, അപ്കമിങ് ഫെസ്റ്റിവൽസിനുള്ള എല്ലാത്തിന്റെ തയ്യാറെടുപ്പ് നിങ്ങൾ തുടങ്ങി. ഇനി മുന്നോട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടാണ്. ഇപ്പൊ വിഷു ഒക്കെ ആവാനല്ലേ ഇപ്പോഴും ഇനി ഉണ്ട്, ഒരു 2 months ഉണ്ട്. നേരത്തെ നമ്മൾ അഡ്വാൻസ് ആയിട്ട്, കാരണം മെയിൻലി നമുക്ക് ഓൾ ഓവർ ഇന്ത്യ അല്ലാണ്ട് അബ്രോഡ് കസ്റ്റമേഴ്സും ഉണ്ട്. അല്ല, റീറ്റെയിൽകാർക്ക് അപ്പോഴല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴേ അവര് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേ അവർക്ക് അതാവുള്ളൂ. ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ. ഇത് റയോണിൽ വരുന്നത്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, ഫോയിലിൽ വരും. ഫോയിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതുപോലെ സിമ്പിൾ അല്ല, കുറച്ച് വർക്കൊക്കെ ഉണ്ട് ഇതിൽ. മെറ്റീരിയൽ തൊടുമ്പോൾ നല്ല സുഖമാണ്. അതാ ഞാൻ പറഞ്ഞ ആള് എനിക്ക് കയ്യിലെടുത്ത് തന്നപ്പോഴേ റയോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ്, നമ്മൾ എന്താ പറയുക, കംഫർട്ടബിൾ ഫീൽ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിലാണ്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഇതിൽ കുറച്ചും കൂടി ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് അനാർക്കലി അല്ലേ? അനാർക്കലി എന്ന് പറയുമ്പോൾ വെറുതെ അനാർക്കലി അല്ല കേട്ടോ, അത്യാവശ്യം ഫ്ലയർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കണേ. അങ്ങനെ ചിലർ അനാർക്കലി എന്ന് പറയുമ്പോൾ ഒരു പാനലൊക്കെ കുറയ്ക്കും, ഇത് അങ്ങനെയല്ല, പാനലൊക്കെ കറക്റ്റ് ഫ്ലയറും നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫുൾ വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു 1 പീസ് തന്നെയാണ്. ഇതും അനാർക്കലി നല്ല ഫ്ലയർ. അതെ, അത് എന്ന് വെച്ചാൽ ഫ്ലയർ കുറച്ചിട്ട് കോസ്റ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് പല സ്ഥലത്തും കിട്ടും. അതും കൂടി ഒന്ന് നോക്കിയോളൂ നിങ്ങൾ. അല്ല, ചിലയിടത്ത് ഒരു പാനൽ കുറച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒരു 10 രൂപ 20 രൂപ കുറവ് എന്ന് പറഞ്ഞാൽ അയ്യോ അവിടെ 10 രൂപ 20 രൂപ കുറവുണ്ടല്ലോ, അങ്ങനെയല്ല. നിങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. വരുമ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലയർ നോക്കുക, അതിൻ്റെ വർക്ക് എത്രത്തോളം ഉണ്ട്. ചിലത് പാച്ച് വർക്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് വരും. അപ്പം എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാം. അപ്പം അത് നോക്കണമെങ്കിൽ എങ്ങോട്ട് വരണം ശരത്ത് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത്? എറണാകുളം മാർക്കറ്റ് റൂട്ടിലാണ്. മെയിൻ കറക്റ്റ് ഗോപാൽ പ്രഭു റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് മാർക്കറ്റ് റോഡ്. ഇപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തം ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വരാണെങ്കിൽ ഇത് ഈ ശരിക്കും മാർക്കറ്റ് റോഡിന്റെ അവിടെയാണ് വഴി എന്ന് പറയുന്നത്. ഗോപാല പ്രഭു റോഡിന്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ മുന്നിലേക്ക് കാണുന്നത് ഫ്രണ്ടിൽ കാണുന്നത് മുകളിൽ 3 floor ആയിട്ടുള്ളത് മൊത്തം അത് കൂടാണ്ട് തൊട്ടപ്പുറത്തും കൂടി ഉണ്ട്. അത് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ വിഷുവിന് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ സാരീസ് ഒക്കെ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ടിഷ്യൂന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ നമ്മള് ടിഷ്യൂ പ്രിന്റ് ആണ് വരുന്നത്. വരുന്നുണ്ട്, പ്രിന്റഡ് ടിഷ്യൂ ആണ് വരുന്നത്, ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത് ലൈനിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതും കോട്ടന്റെ ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി കൂടിയ ലൈനിങ് ആണ് യൂസ്. അതാ ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫീലിംഗ് വരും. ചിലൊരു പോളിസ്റ്റർ ഇട്ടിട്ട് അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചില ആ 10 രൂപ 20 രൂപ എവിടെയൊക്കെ കുറയണേ കൂടണേ എന്നുള്ളത്. അപ്പൊ എല്ലാം കുറച്ചും കൂടി പ്രീമിയം സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ലൈനിങ് വരെ നമ്മൾ ഇത്തിരി റേറ്റ് കൂടിയത് യൂസ് ചെയ്ത് കൂടാണ്ട് സ്റ്റിച്ചിങ്ങും അതും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഫുൾ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. അതും കൂടി എടുത്ത് കാണിക്കണം. ഒക്കെ നല്ല ഫോയിൽ പ്രിന്റിൽ വരുന്നതാണ്. അടിപൊളി കേട്ടോ. നല്ല ഫ്ലയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി ഇങ്ങനെ ഫ്ലയർ കാണൽ കുറേ, എനിക്ക് ഫ്ലയർ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒരു വിരിവോട് കൂടി കിടക്കാൻ ടമ്മിയുള്ളവരാണെങ്കിൽ ഹൈഡ് ചെയ്ത് നിൽക്കും, അങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ. ചിലർക്ക് പ്ലീറ്റ്സ് ഉള്ളത് അധികം വേണ്ട, വയറെടുത്ത് കാണിക്കാം. അപ്പൊ അവർക്ക് എ ലൈൻ ആണെങ്കിലും യൂസ് ചെയ്യാം. അതെ. അപ്പൊ ഇത് ഫോയിൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ഫോയിൽ പ്രിന്റ് ആണ്. ഇതിൽ ഹാൻഡ് വർക്ക് ഉണ്ട്, നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ യോക്കിന്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആ പെർഫെക്ഷനിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി കട്ടിയുള്ള തുണിയാണ്, ലൈനിങ്ങിന്റെ ആവശ്യം അവിടേക്ക് വേണ്ട. പക്ഷേ ഈ യോക്കിന്റെ പോർഷനിൽ നമുക്ക് ലൈനിങ് വേണം. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയും വർക്കുകൾ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഹാം ആവാത്ത വിധത്തിൽ അത്രയും ക്വാളിറ്റിയുള്ള സംഭവമാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ലൈനിങ് സൈഡിൽ 2 ടസിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷേപ്പ് കിട്ടാനായിട്ടുള്ള. അപ്പൊ നമുക്ക് ഇനി ഈ ഇങ്ങോട്ട് വന്നാലോ. കട്ട് വർക്കിൽ വരുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വരണൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട്. അതിൽ ചെറിയ ഹക്കോ വേറെ വർക്കൊക്കെ ഈ എൻഡിൽ കട്ട് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് വരുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും കളർ ചാർട്ട് ചോദിച്ചാൽ ഉണ്ടാവും കേട്ടോ, എല്ലാത്തിന്റെയും. പിന്നെ ഇത് നല്ല അടിപൊളി വിചിത്രയില് ഫുൾ യോക്കിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് വന്നിട്ടുള്ളതാണ്. അതും ആ ഒരു വർക്കിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ടൈ ചെയ്തിട്ടുണ്ട് കറക്റ്റ് നമ്മളെ ബോഡി ഫിറ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ കൊടുത്താൽ ഇതുപോലെ ഇരിക്കുന്നത് അല്ലേ. ഇതാ ഇത് വേറെ ഒരു മെറ്റീരിയൽ ആണ്. ഇത് സിൽക്ക് മെറ്റീരിയൽ അല്ലേ, കുറച്ച് നല്ല ടൈപ്പ് മെറ്റീരിയൽ, മിക്സ് മെറ്റീരിയൽ, സിൽക്കിൽ മിക്സ് മെറ്റീരിയൽ. അതിൽ വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്.
സിമ്പിൾ ഒരു ഷെയ്ഡും ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. ഒരു റസ്റ്റ് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിൽ പെടുന്നതാണ് കേട്ടോ. ഒരു മെറൂണും അല്ല റെഡും അല്ലാത്ത രീതിയിൽ. ഓ ഇത് അടിനികളോ ഓ പൊന്നോ, ഈ പാട്ടി ഉണ്ടെങ്കിൽ മെയിൻ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇറക്കിയിരിക്കണത് അല്ലേ. ടാപ്പറ്റ സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. അതിൽ സ്ലീവിലാണെങ്കിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആൻഡ് നീറ്റ് ഹാൻഡ് വർക്കാണ്. ഇത് റംസാൻ വേണമെന്നില്ല കേട്ടോ, വല്ല ഫംഗ്ഷനായാലും ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതും കളർ റയർ, അടിപൊളി കളർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നോർമൽ കാണുന്ന മെറൂൺ ബ്ലൂ ആ ഷെയ്ഡ് വിട്ടിട്ട് എല്ലാവരും ഒരു വെറൈറ്റി കിളിപ്പച്ച. പക്ഷെ ഇതും ആ കിളിപ്പച്ച എന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് കണ്ണില് കൊള്ളണ വിധത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു പച്ചയാണ് കേട്ടോ. അതിലും വർക്ക് ആയിട്ടുള്ള ഒരു ടോൺ ആണ് വന്നിരിക്കുന്നത്. അതിലും ആന്റിക് ഷെയ്ഡാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത്. ആന്റിക്കും വൈറ്റ് പേളിന്റെ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ സൈഡിൽ വരുന്ന എല്ലാം ജോർജറ്റ് പ്രിന്റ് ആണ്. ഈ സൈഡ് മൊത്തം എല്ലാം ജോർജറ്റിൽ ഫ്രോക്ക് ടൈപ്പ് വരുന്ന പ്രിന്റ് ആണ്. ഈ സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് റയോൺ ഫോയിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കാണണം പോർഷൻ അത് മൊത്തം റയോൺ ഫോയിൽ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം പല പല നമുക്ക് വീഡിയോയിലെല്ലാം കാണിക്കാനുള്ള ഒരു കാരണം ഇതിൽ അത്രയധികം കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഡിസൈൻസ് പാറ്റേൺസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്നത് നമ്മൾ കാണിക്കണുള്ളൂ കേട്ടോ. കുറേ ഉണ്ട് കാണിക്കാൻ. ഇത് പുതിയ മെറ്റീരിയൽ ആണ്, ചിനോൺ ഫാബ്രിക് കേട്ടോ. ചിനോൺ ഫാബ്രിക്, അത് ഫ്രോക്ക് ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. ചിനോൺ ഫാബ്രിക് അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ്, പ്രീമിയം ഫാബ്രിക് ആണ്. കാണുന്നതല്ല, നല്ല ഹെവി ഫാബ്രിക് ആണ്. അതിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റി നല്ലതാണ്. ചിനോൺ ഫാബ്രിക്, വിചിത്ര, ഇതൊക്കെ പറയുമ്പോൾ വിചിത്രയെക്കാളും നല്ലത് ആണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ചിനോണിനേക്കാൾ ഇത് വിചിത്രയെക്കാളും കുറച്ചുകൂടിയും നല്ലതെന്ന് പറയാനായിട്ട് ചിനോൺ തന്നെയാണ് ബെസ്റ്റ്, പ്രീമിയം ആണ്. അതെ. അപ്പൊ അതിലത്തെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതും അതിൽപ്പെട്ട കളർ ഷെയ്ഡാണ്. സെയിം ഇതിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് കളർ ഷെയ്ഡ് കേട്ടോ. അങ്ങനെ കളേഴ്സും ഉണ്ട്. ഇനി എന്താണ് ഇത് ഷിഫോണിലല്ലേ? ഇത് കുറച്ച് അടിപൊളിയാണല്ലോ. ഇത് എനിക്ക് തോന്നുന്നു മെറ്റർനിറ്റിയാന്ന് തോന്നുന്നത്. അല്ല ഇവിടെ പിടിച്ച ഇതിങ്ങനെ പൊന്തിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ വല്ല സിബ് ഉണ്ടാവും എന്നുള്ള ഒരു, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാവൂല. ഫീഡിങ്ങും ഉണ്ട് സെക്കൻഡ് ഫ്ലോറിലെ ഡെയിലി വെയർ യൂസിന്റെ കൂടെ തന്നെ ഫീഡിങ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് എലഗന്റ് ലുക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ സെയിം വർക്ക് തന്നെ താഴത്തെ ഒരു പോർഷനിൽ. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ വരുന്നത് ഫുൾ. ഇനി എന്താ കോളർ ടൈപ്പ് ആയിട്ടാണ്, കോളർ ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ? പഫ് സ്ലീവ് ആണ്, ഫുൾ ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കോളർ നെക്ക് ആണ്. കോളർ നെക്ക് കളറും അടിപൊളിയാണല്ലോ അല്ലേ? ഷെയ്ഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പല ഷെയ്ഡ്സ് ആണ് വരുന്നത്. അതെ, ഇത് കാണുന്നതൊക്കെ അതിന്റെ കളർ ചാർട്ടാണ് കേട്ടോ വരുന്നത്. ഇതൊരു കളർ ചാർട്ട് വരുന്നുണ്ട്, അതില് ഇതൊരു കളർ ചാർട്ട് വരുന്നത്, ഇത് ഒരു വേറെ കളർ ചാർട്ട്. അങ്ങനെ ഒരു 4-5 ഷെയ്ഡ് എന്തായാലും നമുക്ക് ഒരു ഒറ്റ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് ഫുൾ സ്ലീവിൽ അജ്രക്ക് വരുന്നതാണ്. അജ്രക്ക്, വിചിത്ര സിൽക്കിൽ അജ്രക്ക്. അത് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. എത്ര നമ്മൾ ഇനി മതി എന്ന് പറഞ്ഞാലും അജ്രക്ക് നിർത്തരുത്, ഞങ്ങളുടെ സ്ഥലത്ത് ഇപ്പോഴേ അജ്രക്ക് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് വരാൻ. നമുക്ക് പല സ്ഥലത്തുനിന്നും കസ്റ്റമേഴ്സ് ഉള്ളതാണ്. കേരളത്തിലാണെങ്കിലും ചില ഏരിയയിൽ ഇപ്പോഴായിരിക്കും അജ്രക്ക് വന്ന് തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ അതും ശരിയാട്ടോ. ഇപ്പൊ ഈ കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗമൊക്കെ ഇവിടുന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ആ ഒരു പോർഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇത് അജ്രക്കില്ല. അജ്രക്ക് എന്ന് പറയുമ്പോൾ നോർമൽ അജ്രക്ക് അല്ല കേട്ടോ, പ്രീമിയം ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റിൽ കേട്ടോ. ഫുൾ സ്ലീവ് ആണ് വന്നത്. ഫുൾ സ്ലീവില്. ഇനി കോട്ടൺ സെക്ഷൻ ഓക്കെ, കോട്ടണിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഫ്ലോറിൽ അത്യാവശ്യം ഒന്ന് വെറുതെ ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചോ. ഇത്രയും അധികം ലിമിറ്റഡ് ആയിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജോർജറ്റ് പ്രിന്റിലൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. വെറുതെ ഒന്ന് ഓടിപ്പിച്ച് കാണിക്കും. കാരണം അത്യാവശ്യം നന്നായിട്ട് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി ഇത് കൂടാണ്ട് നമ്മൾ ഇനി ഏത് ഫ്ലോറിലേക്ക് പോണത്? നമ്മൾ ഇനി ഇപ്പൊ കോട്ടൺ ഫ്ലോറിലാണ്. കോട്ടന്റെ അത് സെക്കൻഡാ തേർഡ് ഫ്ലോറിൽ. അപ്പൊ ഫുൾ കോട്ടൺ മാത്രമായിട്ടുള്ള ഒരു പ്രീമിയം അത് മാത്രം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഞങ്ങൾ ഒഴിവാക്കി. കാരണം വീഡിയോ ലെങ്തി ആവും. പിന്നെ കളക്ഷൻസ് ഇഷ്ടം പോലെ കാണിക്കാനുണ്ട്. അപ്പോൾ തേർഡ് ഫ്ലോർ അത് കൂടാണ്ട് ഇനി അപ്പുറത്തെ ഒരു ബിൽഡിംഗ് കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പൊ തന്നെ ഒരു നമുക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ സെൻഡ് ചെയ്യില്ലേ?
കൂടുതൽ നമ്മൾ വീഡിയോ കോളാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതന്നെ പറ്റും. കാണുമ്പോഴത്തേക്കും നമുക്ക് കൈയോടെ അത് സെലക്ട് ചെയ്ത് ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് റിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമുക്ക് ഡെയിലി കളക്ഷൻസ് വരുന്നത് അന്ന് തന്നെ നമുക്ക് തീർന്നു പോകും. ഓക്കെ, അപ്പോൾ വീഡിയോ കോളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. വീഡിയോ കോളിന് സമയം അത് വിളിച്ച് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്താൽ അപ്പോൾ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം എറണാകുളത്തേക്ക്. എറണാകുളം എവിടെയാണെന്ന് ചോദിക്കായിരിക്കും കേട്ടോ. അയ്യോ ചിലർ കമന്റിൽ പറയണ്ടേ എറണാകുളം അത് എവിടെയാണ്? എറണാകുളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. മാപ്പിൽ ശരത് അപ്പാരൽസ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ തന്നെ എത്തിക്കും. വണ്ടി ഇവിടെ കൊണ്ടു നിർത്തിയാൽ മതി. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബ്രേക്ക് ഇനി ഇവിടെ പിടിക്കാൻ പാടുള്ളത്. പോവാം നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക്. തേർഡ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് വേറൊരു കാര്യം, ലിഫ്റ്റ് ഉണ്ട്. അതും കൂടി കാണിക്കാം. കാരണം വയസ്സായവരൊക്കെ വരാണെങ്കിൽ ആ ഒരു പോർഷനിൽ നമുക്ക് ലിഫ്റ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാണ് സ്റ്റെയർ കേസും ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. അതിന് വയസ്സായവരാണ് തേർഡ് ഫ്ലോർ വരെ കയറണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റെപ്പ് ത്രൂ കയറാം. ഓക്കെ, പോവാം. കോട്ടന്റെ സെക്ഷനിലേക്കാണ് മൊത്തം വന്നിരിക്കുന്നത്. എന്തോരം കളക്ഷൻസ്. കോട്ടണിൽ മാത്രമോ? കോട്ടൺ മാത്രമാണ്. അതിനകത്ത് നമ്മൾ മസ്ലിൻസും 3 പീസും 2 പീസും വരുന്നുണ്ട്. ഇത്ര അധികം സ്റ്റോക്ക് ആയിരിക്കുന്നത്. ഇതാ ഇത്രയും ഫുൾ കാണുന്നത് മൊത്തം കോട്ടണിൽ മാത്രം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സൈഡ് വരുന്നത് കോട്ടൺ സ്ലിറ്റ് ആണ്. ഈ സൈഡ് വരുമ്പോൾ കോട്ടൺ ഫ്ലെയർ വരും. ഈ സൈഡ് ആകുമ്പോൾ ബിഗ് സൈസ് ആവും. ഇപ്പുറത്തെ സൈഡ് അല്ലേ? ഓക്കെ, ഓരോരോ ഇത് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത്. അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻ നോക്കിയാലോ? എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല, പക്ഷെ ഉള്ളിടത്തോളം ഞങ്ങൾ കുറച്ച് കാണിക്കാം. ഒക്കെ കോട്ടണിൽ വരുന്നത്, കോട്ടണിൽ വിത്ത് ലൈനിങ്. അതെ, എല്ലാം ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് വർക്ക് വരുന്നുണ്ട്. വർക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതില്. അപ്പോൾ കോട്ടണിൽ എന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് എടുത്ത് പറയണില്ല. എന്തെങ്കിലും റേറ്റ് കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ ഫുൾ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ സെറ്റ് എടുക്കണം. ഹോൾസെയിലാണ് എടുക്കേണ്ടത്. ഇതും കലംകാരി പ്രിന്റിൽ വരുന്ന നെക്കില് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട്. ലൈൻ കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതും വിത്ത് ലൈനിങ്. കട്ടിയുണ്ട് നന്നായിട്ട്. ഇത് ലൈനിങ് ഇല്ല, ഉണ്ട് കട്ടിയുണ്ട്. ഞാൻ പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കട്ടി ഫീൽ ചെയ്യൂല. പക്ഷെ ഇതിന് ലൈനിങ്ങിന് ശരിക്കും ആവശ്യമില്ല. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റില് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റെഡ്. അതെ, അട്രാക്റ്റീവ് ആയിട്ട് വിത്ത് ഒറിജിനൽ മിറർ. എല്ലാം ഒറിജിനൽ. പിന്നെ ഹാൻഡ് വർക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവര് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ്. വർക്കൊക്കെ ഇവര് ബയ്യന്മാര് ഇരുന്നിട്ട് ഓരോ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ്ങും ഉണ്ട്. കോട്ടണിൽ വരുന്നതാണ്. കാന്ത പ്രിന്റിലാണ് കേട്ടോ. ഫുൾ കോട്ടണില് അതില് വർക്ക് വന്നിട്ടുള്ളതാണ്. അങ്ങനത്തെ നമുക്ക് സ്പീഡ് കാണിച്ചു പോവാം. കാരണം ഇനിയും വെറൈറ്റികൾ ഇഷ്ടംപോലെ കാത്തിരിക്കാം. സ്പെഷ്യൽ ചെയ്യാനുണ്ട്. അതെ, ഇതിൽ പാച്ച് വർക്ക് ആയിട്ടുള്ളതുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക്. ഇത് ചെറിയൊരു വെറൈറ്റി വരുന്നുണ്ട്. ജോർജറ്റ് ആണ്. അതിൽ ഹാൻഡ് വർക്ക്, താഴെ ജോർജറ്റ് വരുന്നുണ്ട്. താഴെയും ഒരു പാച്ച്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ആ താഴത്തെ വർക്ക് തന്നെയാണ് കേട്ടോ. ഒരു ഡിഫറെന്റ് ഫ്രില്ലായിട്ട് കാണുന്ന പോലെ കുറച്ചും കൂടി കുറച്ച് മാറ്റം. എല്ലാം കണ്ട് സെയിം എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഡിഫറെന്റ്. ഇത് നല്ല കാന്ത പ്രിന്റ് ആണ്. അതിൽ ടൈ ആൻഡ് ടൈ ഷെയ്ഡ് വന്നിട്ട് ഇതില് വർക്ക് മിററിന്റെ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഫ്ലെയറിൽ അങ്ങനെ നല്ല ഫ്ലെയർ വരുന്ന ഐറ്റമാണ്. അപ്പൊ ഇതും സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. സെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. പിന്നെ എത്ര രൂപയ്ക്ക് മേടിക്കണം, എങ്ങനെയാണ് മേടിക്കേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ ചോദിക്കാം. സെറ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സെയിം കളർ, സെയിം പാറ്റേൺ, ML XL, ഡബിൾ എക്സൽ ആയിട്ടായിരിക്കും എല്ലാ സെറ്റും ഉണ്ടാവുന്നത്. അപ്പൊ ഇനി എത്ര രൂപയ്ക്കാണോ മേടിക്കേണ്ടത്, എങ്ങനെയാ ഒക്കെ അവിടെ മീനാക്ഷി കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട് കേട്ടോ താഴത്ത്. അപ്പൊ അവര് ഡീൽ ചെയ്തോളും ബാക്കിയുള്ള കാര്യത്തിന്. അപ്പൊ ഇത് കോട്ടണിൽ തന്നെ, കാന്ത കോട്ടണിൽ വരുന്ന ഫ്ലെയർ, നല്ല ഫ്ലെയർ ഉണ്ട്. താഴെ 2 ടച്ചിൽസ് കൊടുക്കുന്നുണ്ട്. 3/4 സ്ലീവ് ആണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക്. വിചിത്ര സിൽക്കിലും കോട്ടനുമാണ് വന്നിരിക്കുന്നത്. വിചിത്ര സിൽക്കാണ് യോക്കില്. നോർമലി കാണുന്ന ഹാൻഡ് വർക്ക് അല്ല, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് വിചിത്ര വിത്ത് കോട്ടൺ. ഇനി അടുത്തത് 2 പീസ് ആണ്. വിത്ത് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് മൽമലിന്റെ കോട്ടന്റെ ടോപ്പ് വിത്ത് മൽമൽ കോട്ടന്റെ ദുപ്പട്ട. എല്ലാം ദുപ്പട്ടയും നമുക്ക് 2.5 മീറ്റർ വരുന്നുണ്ട്. 2.5 മീറ്റർ അത്യാവശ്യം വലിപ്പമാണ്. പിന്നെ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ മൽമലിന്റെ. തൊടുമ്പോ തന്നെ അറിയാൻ പറ്റും. അതെ, പിന്നെ ടോപ്പും നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓഫീസ് വെയർ, ഡെയിലി വെയർസ്, ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈ ആൻഡ് ടൈല് വരുന്ന വർക്ക്. ടൈൻഡിൽ അതിലും വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫുള്ളി പാനൽ വർക്കാണ് കേട്ടോ ഇതിൽ ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത് പാനൽ അതും നന്നായി ഫ്രിൽ വന്നിട്ടുണ്ട്. ഫുൾ ലൈനിങ് അടുക്കാണ് കേട്ടോ. കോട്ടണിൽ മിക്കത് ഇപ്പൊ എല്ലാത്തിനും ലൈനിങ് കാണുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ആണ്.
നല്ല സിമ്പിൾ ആൻഡ് നീറ്റ്. പിന്നെ ഈ പ്രിന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടിയത് വരും. അപ്പോഴേക്കും വേറെ വേറെ പുതിയ സ്റ്റോക്സ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. കോട്ടണിൽ വന്നിരിക്കുന്ന എല്ലാം പുതിയ സ്റ്റോക്സ്. ഇതൊക്കെ ഓരോരോ ഡെയിലി പുതിയ കളക്ഷൻസ് വരും. ഡെയിലി പുതിയ ഐറ്റംസ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ കാണിച്ചത് തന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് പുതിയ സ്റ്റോക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ പുതിയ സ്റ്റോക്ക് ആയിരിക്കും കാണിക്കുക. അപ്പൊ അതിന് അറിയണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട് കേട്ടോ. നല്ല പ്രിന്റ് ആണ്, എ ലൈൻ കട്ടിംഗ് ആണ്, അതിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, വർക്കുകളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇതും കുറച്ച് ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്, പ്രിന്റും ഡിഫറെന്റ് ആണ് കേട്ടോ. കുറച്ച് കാണാത്ത ഒരു പ്രിന്റ്. അതിലും യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. യോക്കിൽ ഫുൾ ഈ മിററിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു തുണിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്ന വർക്ക്. നമുക്ക് 3 പീസില് 3 പീസിന്റെ ഫോയിൽ പ്രിന്റ് ആണ്, അനാർക്കലി സ്റ്റൈലിൽ കേട്ടോ. അതിൽ യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പാൻറ്റിൽ പ്രിന്റ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 3 പീസിൻ്റെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 2 പീസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിലും ഡിജിറ്റൽ പ്രിന്റ് ആണ് അല്ലേ. ഇതാ അത്യാവശ്യം വലിപ്പമുള്ളത് ഒരു ബേബി പിങ്ക് ഷെയ്ഡ്. നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ എല്ലാം കാണിക്കുന്നതിൽ ഒരു 4-5 ഷെയ്ഡ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഏത് ഷെയ്ഡാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ വീനെക്ക് ട്രെൻഡാണ്. പക്ഷെ ഇത് വീനെക്ക് അല്ല, ഇത് ശരിക്കും റൗണ്ട് നെക്ക് ആണ്. വി പാച്ച് സ്ക്വയർ ആട്ടോ നെക്ക് വന്നിരിക്കുന്നത്. വി പാച്ച് ആണ്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കളർ ഷെയ്ഡും ആണ്, നല്ല പ്രിന്റ് ആണ് വരുന്നത്, ഫോയിൽ പ്രിന്റ്. കാണുമ്പോൾ ഒരു പാർട്ടി വെയർ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. പിന്നെ 3 പീസ് പാന്റ് അല്ല, നമുക്ക് എലാസ്റ്റിക് ആണ് വരുന്നത്. നല്ല ഫുൾ നല്ല പക്ക എലാസ്റ്റിക്, നല്ല ടൈപ്പ് എലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ വരുന്നതിന് കൂടെ ദുപ്പട്ടയിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിന്റിന്റെ വർക്കാണ് കേട്ടോ അതിൽ ചെയ്തിരിക്കുന്നത്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. എനിക്കിതിന്റെ പാച്ച് വർക്കാണ് ഇഷ്ടമായത്. നല്ല രസമായിട്ടുണ്ട്. ഇതിലും ഒരുപാട് കളറും നന്നായിട്ടുണ്ട്. വെറൈറ്റി പാറ്റേൺ ആണ്. അതെ, നന്നായിട്ടുണ്ട് കളറും അതിന്റെ പാറ്റേൺ. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവർ അത്രയും ഓരോന്നോരോന്ന് ചൂസ് ചെയ്ത്. കാരണം എത്ര കൊല്ലത്തെ പാരമ്പര്യമാണ്? നമ്മൾ മോർ ദാൻ 25 years ആയി. പോരെ, 25 കൊല്ലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി. അവരുടെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നു. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര കൊല്ലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു മാർക്കറ്റ് ഏരിയയിൽ. ഇൻ ഹൗസ് പ്രൊഡക്ഷൻ നടക്കുന്നത് വേറെ സ്ഥലത്താണ്. അത് ഇവിടെയല്ല, യൂണിറ്റ് കാര്യങ്ങളൊക്കെ യൂണിറ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. യൂണിറ്റ് ഒന്നും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ ഷോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ കോട്ടണില് അതിനേക്കാളും അടിപൊളി. ഇതൊക്കെ വരുന്ന ബിഗ് സൈസ് ആണ്. സൈസ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സൈസ് ഉണ്ട്. സൈസ് ഇത് വരുന്ന സൈസ് 46 ആണ്. 46 അത്യാവശ്യം വലിപ്പമുള്ള സൈസ് ആണ് കേട്ടോ. ലാസ്റ്റ് സൈസ് വരുന്നത് 5XL 6XL. 5XL വരുന്നതുണ്ട്, 6XL വരെ സൈസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് യോക്കിൽ അത്യാവശ്യം വർക്ക്, എന്തെങ്കിലും ചെറിയ വർക്ക് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ സിമ്പിൾ ടോപ്പ് ആണെങ്കിൽ സിമ്പിൾ ടോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ നല്ലൊരു പ്രിന്റ്, അതിൽ ഫുൾ അനാർക്കലി സ്റ്റൈലിൽ തന്നെ ഇതിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. യോക്കിൽ നല്ല ഫ്ലെയർ ആണ്. അതെ, നല്ല പ്രിന്റും ആണ്. മെറ്റീരിയലും അതെ, നല്ല സോഫ്റ്റ്. അതാ ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള ഐറ്റം കൊടുക്കാണ്ട് ഇവിടെ ഇത്ര കൊല്ലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ക്വാളിറ്റി ഉള്ളതാണ്. അത് ഡയറക്റ്റ് നമുക്ക് ആ ഫീൽ ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും. വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊറിയർ സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു തരും. അതിനൊരു ടെൻഷനും ഇല്ല. എന്ത് കാര്യങ്ങളും. ഇത് ഫുൾ സ്ലീവ് ആണ്. കോട്ടന്റെ ഫുൾ സ്ലീവ് വന്നിരിക്കുന്നതാണ്. ഫുൾ സ്ലീവിൽ കേട്ടോ. ഫുൾ ഹാൻഡ് വർക്ക്, പാനൽ കട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലെയർ ആണ്. അത്യാവശ്യം ഫ്ലെയറും ഉണ്ട്. ബ്ലാക്ക് വൈറ്റ്, അതിൽ റെഡ് എല്ലാവരും ഫേവറേറ്റ് കോമ്പിനേഷൻ. ഇത് എത്ര കണ്ടാലും ഇങ്ങനെ മടുക്കാത്തൊരു കളർ എന്ന് പറയില്ലേ, ആ ഒരു കളറിൽ പെട്ടതാണ് ഇത്. ബ്ലൂ, അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും നമുക്ക് അതിലും ഉണ്ട്. എക്സാക്ട്ലി. ഇത് സ്ട്രേറ്റ് കുർത്തിയാണ്. സ്ട്രേറ്റ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ്. മിക്കതിലും എല്ലാത്തിലും ലൈനിങ് കാണും കേട്ടോ. അതിൽ വർക്കും വന്നിട്ടുണ്ട്, അത്യാവശ്യം വർക്ക് ഉണ്ട്. ഇനി വരുന്നത് കളക്ഷൻ 3 പീസ് കാണിച്ചാൽ 3 പീസിൽ തന്നെ നമുക്ക് ഫ്ലെയർ വരുന്നുണ്ട്, സ്ലിറ്റും വരുന്നുണ്ട്. രണ്ടിലും ഉണ്ട്. അതുപോലെ തന്നെ 2 പീസും വരുന്നുണ്ട്. ടോപ്പും പാൻറ്റുമായിട്ടും വരുന്നുണ്ട്, ടോപ്പും ഷോളും ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിലും വർക്കുള്ളത്. അതിലിപ്പോൾ 3 പീസ് ആണ്. ഇത് വിത്ത് പാൻറ്റ് എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്. വിത്ത് ദുപ്പട്ട വരുന്നത് കോട്ടൻ്റെ തന്നെ, മൽമൽ കോട്ടൺ. ഫുൾ കോട്ടൺ ആണ്. നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ മൊത്തം കോട്ടൺ തന്നെ. കോട്ടന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് വരുന്നത്.
ഫുൾ അതും ദുപ്പട്ടയുടെ നീളം വലുപ്പമൊക്കെ കണ്ടോ, നല്ല വീതി 2.5 മീറ്റർ നമുക്ക് ദുപ്പട്ട തന്നെ വരുന്നുണ്ട്. അപ്പോൾ തട്ടിട്ട് നടക്കേ ഫ്ലോർ ക്ലീൻ ചെയ്ത് നടക്കേ എങ്ങനെ വേണമെങ്കിലും ആവും, പക്ഷെ നല്ല വലിപ്പമുണ്ടെന്ന്. അതൊക്കെ കോട്ടണിൽ വരുന്ന സിമ്പിൾ കോളർ നെക്കാണ്. ഓ, ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. അതെ, നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കോളർ നെക്കാണ്. ഇതിൽ എല്ലാത്തിലും ഷെയ്ഡ്സ് വരുന്നുണ്ട്. മിക്സ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ ഷെയ്ഡ്സുകൾ ഇങ്ങനെ മാറി മാറി വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ. ഇത് സൈസ് വരുന്നത് 42 ആണ്. ഓരോ സെറ്റിലും നമുക്ക് ML XL ഡബിൾ എക്സൽ 38 40 42 എന്ന് വെച്ചാൽ പ്ലസ് സൈസ് വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ഒക്കെ സിമ്പിൾ നല്ല ഫ്ലോറൽ പ്രിന്റിൽ നല്ല സ്ലിറ്റ് വരുന്ന ടോപ്പാണത്. വർക്കും ഉണ്ട്. അതെ, അത്യാവശ്യം ആ ഒരു ബ്ലാക്ക് ആൻറ്റിക് ബ്ലാക്ക് ആ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. എല്ലാത്തിലും യോക്കിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഒന്ന്. ഇപ്പോൾ വിത്തൗട്ട് ഹാൻഡ് വർക്ക് ആണെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഹാൻഡ് വർക്കും ഉണ്ട്. ടോപ്പ് ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അടുത്തൊരു കളക്ഷൻ വരുന്നത് നമുക്ക് ഈ ലൈനിൽ വരുന്ന കോട്ടൻ്റെ കളക്ഷനാണ്. അടുത്തതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അനാർക്കലി സ്റ്റൈൽ കട്ടാണ്. നേരത്തെ ഇതേപോലത്തെ ഒരു ഹാൻഡ് വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ വിചിത്ര. ഇത് മിസ്ത്രയിൽ വരുന്ന ഇത് കോട്ടണിൽ വിചിത്ര പാച്ച് വർക്കാണോ ചെയ്തിരിക്കുന്നത്. അതിൽ ഹാൻഡ് വർക്കാണ് കേട്ടോ. പിന്നെ ഷേപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ടെസൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് പഫ് സ്ലീവിൽ വന്നിരിക്കുന്നതാണ്. ഓ, കോട്ടണിൽ എല്ലാവർക്കും നോർമൽ സ്ലീവ് അല്ലാണ്ട് പഫ് സ്ലീവ്, പിന്നെ ഒരു ടൈയും കൊടുത്ത് ഇങ്ങനെ കെട്ടാനായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ. പിന്നെ ഇങ്ങനെ അത്യാവശ്യം വർക്ക് എന്ന് വെച്ചാൽ ബ്ലാക്കിൽ ഒരു വർക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു എടുത്ത് ലിഗനായിട്ട് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ഉണ്ടെന്ന്. എല്ലാത്തിലും കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നല്ല ഐറ്റമാണ്. ഇത് അടിപൊളിയാണ്. വീനക്കാണ്, അങ്കറക്ക പാറ്റേൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2 പീസാണ്. 2 പീസിൽ ബിഗ് സൈസ് ആണ് വരുന്നത്. 46 സൈസ് ആണ്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. നല്ല അതും വലിപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇത് വേണമെങ്കിൽ പാൻറ് സെപ്പറേറ്റ് ആയിട്ടില്ലല്ലോ ഇവിടെ. ഇല്ല, നമുക്ക് ലേഡീസിന്റെ ഐറ്റംസ് തന്നെ വെച്ചാൽ ടോപ്പ് ഉണ്ടാവും, ടോപ്പ് വിത്ത് ബോട്ടം ഉണ്ടാവും, പിന്നെ ടോപ്പ് അല്ലെങ്കിൽ ദുപ്പട്ട വിത്ത് ആയിട്ട് അങ്ങനെ നമുക്ക് ടോപ്പും ഷോളായിട്ടുള്ള, പിന്നെ 3 പീസ് ആണെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ പിന്നെ വരുന്ന കളക്ഷന് ഒരു കുറവില്ലാന്ന്. ഇതാ ദുപ്പട്ട. ഇത് 3 പീസ് ടോപ്പും പാൻറ്റും ഷോളും വരുന്നത്. ഇഷ്ടംപോലെ 3 പീസ് ആണെങ്കിലും 2 പീസ് ആണെങ്കിലും ഇഷ്ടംപോലെ നല്ല കളക്ഷൻസിന് നോക്കിയാൽ മതി. ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ അറിയാം വരുന്നതാണ്. ഇതെല്ലാം ഈ സൈഡ് അല്ലേ? സ്ലിറ്റിൽ വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഡമ്മിയിലും കുറെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് ഫുൾ ഹാൻഡ് വർക്കിന്റെ നമ്മൾ ഇപ്പൊ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം അത് തന്നെ കണ്ടോ. അടിപൊളി വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 3 പീസ്. ഇതിന്റെ ദുപ്പട്ട ഞാൻ കാണിച്ചില്ല കേട്ടോ. ദുപ്പട്ട വരുന്നത് നല്ല പ്രിന്റില് കാണുമ്പോ ആരാണെങ്കിലും പിന്നെ കളർ നല്ല സോഫ്റ്റ് ആണ്. ക്യാരി ചെയ്യാനാണെങ്കിൽ നമ്മള് അതവിടെ ഇങ്ങനെ ഒഴുകി അങ്ങനെ കിടന്നോളൂ. അത്രയും സോഫ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഇതും ബിഗ് സൈസ് ആണ് വരുന്നത്. യെല്ലോ ആൻഡ് ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ നല്ല കോമ്പിനേഷൻ. അടിപൊളി കോട്ടണിലാണ് കേട്ടോ കാണിക്കുന്നത്. ബിഗ് സൈസ് ആണ്. എല്ലാത്തിനും നല്ല സൈസ് വരുന്നുണ്ട്. ഓക്കെ, ബിഗ് സൈസിന്റെ സെക്ഷൻ മൊത്തമാണ് ഈ കാണുന്ന ഇവിടെ അല്ലേ. ഇത് വരുന്ന 3 പീസും 2 പീസും ആണ് ഈ കാണുന്നത്. ബിഗ് സൈസിൽ 3 പീസും. നമ്മൾ നേരത്തെ ആ ഒരു വീന്റെ പാച്ച് വർക്ക് കണ്ടില്ലേ, അതിന്റെ തന്നെ ഇപ്പൊ ഇത്ര ഫുൾ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് സൈസിന്റെ നമ്മൾ നേരത്തെ കണ്ടത് ഇത് വരുന്നത് 44 ആണ് സൈസ് തന്നെ. അപ്പോൾ ബിഗ് സൈസ് വേണമെന്നവരാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരാം, അല്ലാത്തവരാണെങ്കിൽ അപ്പുറത്തേക്ക് പോവാം അല്ലേ. അപ്പോൾ നോർമൽ കോട്ടൺ സ്ലിറ്റിൽ വരുന്ന ബിഗ് സൈസ് ആണ് ഇത് ഈ ഒരു ഏരിയ അല്ലേ. അതെ, ഓക്കെ. പിന്നെ ഈ സൈഡ് വരുമ്പോൾ നോർമൽ സൈസ് ആണ് 3 പീസും 2 പീസും വരുന്നത്. ഈ സൈഡ്. അതെ, ഓക്കെ. പിന്നെ ഈ നിലത്തിരിക്കുന്നത് നമ്മൾ കാണിച്ചതിലൊക്കെ ഉള്ളത് തന്നെയാണ്. എ ലൈനും ഫ്ലെയറും വരുന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സ്ഥലമില്ലാണ്ട് പോരാത്തതിന് നിലത്തും വെച്ചിരിക്കുകയാണ്. അത്രയും കളക്ഷൻസ് ഉണ്ടോ. ഇതൊക്കെ ഇത്രയും ബൾക്കായിട്ട് കാണിക്കണോണ്ടോ. എല്ലാം ഇതേപോലെ നമുക്ക് സെറ്റ് വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എത്രയും കളക്ഷൻ നോർമൽ സ്ലിറ്റില് നോർമൽ സൈസ് വരുന്നതാണ്. ഏത് ഈ ഒരു പോർഷനോ? അതെ, നോർമൽ. അതിലും ഫുൾ വർക്കുള്ളതാണ് കേട്ടോ പറഞ്ഞത്. യോക്കിൽ അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഇനി അത് വർക്ക് ഇല്ലാത്തത് ഈ ഒരു പോർഷനിലുണ്ടല്ലോ. ജസ്റ്റ് ഇതൊക്കെ സ്ലബിൽ വരുന്നതാണ്. ഇത് വിത്തൗട്ട് വർക്ക് വരുന്നതാണ്. വീനെക്കാണ് ഇതൊക്കെ. വിത്തൗട്ട് വർക്കില് വീനെക്കില്. ഇതിൽ മീഡിയം, ലാർജ്, XL, XXL ഒരെണ്ണം എവിടെയോ ഉണ്ട്. അങ്ങനെ 4 എണ്ണത്തിൻ്റെ സെറ്റായിരിക്കും മിക്കതും വരാം. ഇത് അതേപോലെ തന്നെ
എല്ലാം സെറ്റ് വൈസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ 2 കളർ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. കാണിക്കാൻ ഓക്കെ 2 കളർ ഷെയ്ഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കണം കേട്ടോ. അതാ അപ്പോൾ ഇതിലും വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ടെന്നാണ്. ഹാൻഡ് വർക്ക് ആണെങ്കിൽ വിത്തൗട്ട് ഹാൻഡ് വർക്ക് ഉണ്ടാവും, വിത്ത് ഹാൻഡ് വർക്ക് ആണെങ്കിൽ അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? നമുക്കിനി വിഷുവിൻ്റെ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കാണിച്ചിട്ട് നമുക്ക് ചന്തേരി സിൽക്കിൽ വരുന്നതാണ്. സ്ട്രൈപ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കണതല്ലേ. കോളർ നെക്കാണ്, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വിഷു ഇവിടെ നമ്മുടെ തുടക്കം കുറിക്കാം. അപ്പോൾ പോവാം നമുക്ക്. അത് അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലേക്കാണ്, അപ്പുറത്തെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇത് 3rd ഫ്ലോർ വരെയുള്ള ഗ്രൗണ്ട്, 1st ഫ്ലോർ, 2nd ഫ്ലോർ, 3rd ഫ്ലോർ, അങ്ങനെ മൊത്തം 4 ഫ്ലോറാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 3 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ്, ഗ്രൗണ്ട് കൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ 4 ഫ്ലോർ. പിന്നെ ഇനി അപ്പുറത്തെ ബിൽഡിങ്ങിൽ നമുക്ക് പോകാം, വിഷുവിൻ്റെ കളക്ഷൻസ് പോവാം. യെസ്, ഓക്കെ. ട്രഡീഷണൽ വേറെ കളക്ഷൻസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ആണ് മൊത്തം അല്ലേ. നമുക്കിത് സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് തൊട്ട് നമുക്ക് സാരി യൂസ് ചെയ്യാൻ പറ്റണ ഇതുവരെ സാരി. പിന്നെ ചെറിയൊരു ലുക്ക് നോക്കാം നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്ന് വെച്ചാൽ നിറവ് കാണുന്നത് മൊത്തം ട്രഡീഷണൽ വേറെ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. അതിൽ അജ്രക്കിൽ വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, ഫുൾ ട്രഡീഷണൽ വെയർ ആണ്. നമുക്ക് ഓണായാലും വിഷു ആയാലും ഏതിനും ആവശ്യമാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ ട്രഡീഷണൽ വെയർ. അപ്പോൾ തുടങ്ങാം നമുക്ക് ഓരോരോ കളക്ഷൻ. ചെറിയ പിള്ളേരുടെ ഫ്രോക്ക് വരുന്നതാണ്, 22, 24, 26 ആ സൈസ് വരുന്നത്. 2.5 വയസ്സ്. അതും കുട്ടികൾക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒന്നും ഇല്ല, അപ്പൊ അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളിൽ ലൈനിങ്ങും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയിലും നല്ല ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് നിൽക്കും വേണമല്ലോ. പിന്നെ അജ്രക്കിന്റെ ആ ഒരു മെറ്റീരിയലും സേഫ് ആണ്. ഇപ്പൊ ഇൻ കേസ് ഇനി ഹാൻഡ് വർക്ക് വേണ്ടതാണ് അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കുറച്ചുകൂടി തിളങ്ങാൻ അങ്ങനെ പട്ടുപാവാട അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിരിക്കും. അപ്പൊ ഇതില് ഇങ്ങനെയായിരിക്കില്ല മിക്കതും ടിഷ്യൂലും വൈറ്റിലും, അങ്ങനെ പട്ടുപാവാട ആ രീതിയിൽ അങ്ങനെ ടിഷ്യൂലാണ് കൂടുതൽ നമ്മള് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഇങ്ങനത്തെ രീതിയിലായിരിക്കും സെറ്റിൽ വരുന്നതാണ്. ഇത് ഇങ്ങനെ സൈസ് വരും. അപ്പൊ ഇത് വരുന്ന സൈസ് 22, 24, 26 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. 3 എണ്ണത്തിന്റെ സെയിം ഐറ്റം തന്നെയാണ്. അതിന്റെ ഇങ്ങനെ സെറ്റ് വരും. 3 എണ്ണല്ലേ ഇത് സെറ്റ് വരുന്നത്? 22, 24, 26 എന്ന് പറഞ്ഞ ഒരു സെറ്റ്. പിന്നെ വരുന്നത് 32, 34, 36 അങ്ങനെ ഒരു 38, 40, 42 വലിയ സെയിം. ഓക്കെ. പിന്നെ ഇതൊക്കെ ഫ്രോക്കിൽ വരുന്നതാണ്, കുഞ്ഞ് സ്ലീവ്. അതിൽ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിരിക്കും. മെഗാ സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. നല്ല ക്യൂട്ട് ലുക്ക് ആയിരിക്കും. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ടാവില്ല? എല്ലാത്തിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് വൈറ്റ് ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്നതാണ്. നേരത്തെ കണ്ടത് നമ്മൾ ടിഷ്യൂലായിരുന്നു, ഇതാകുമ്പോൾ വൈറ്റില്. അതെ, അങ്ങനെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ യോക്കിലും ഒരു ചെറിയ രീതിയിലുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ അത്ര ഹാമാവാൻ പാടില്ല. വിചിത്ര ഹാൻഡ് വർക്ക് ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. അത് ഇതില് എംബ്രോയിഡറി വർക്കും ഹാൻഡ് വർക്കും എല്ലാം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരിക്കും, ഭംഗിയായിരിക്കും. ഇതിന്റെ സ്ലീവ് ഇതിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. ഇതും അടിപൊളി വർക്ക് അല്ലേ? ഇത് 28 സൈസ് വരുന്നതാണ്. വർക്ക് അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രിന്റിൽ ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ടിഷ്യൂലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 28. പാവാടയുടെ അടി പോർഷനിലും നമ്മൾ വർക്ക് വന്നിട്ടുണ്ട്, പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ പ്രിന്റിൽ കേട്ടോ. ടിഷ്യൂല് കാണുമ്പോഴത്തേക്കും തന്നെ നല്ല ഭംഗിയായിരിക്കും അല്ലേ? പക്ഷെ സെറ്റായിട്ടേ കിട്ടുള്ളൂ. ഹോൾസെയിലാണ്, ഷോപ്പുകാർക്ക് മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. കെട്ടാനായിട്ടുള്ളത് അല്ലേ? അജ്രക്കില് പിള്ളേർക്കുള്ളതാണ്. അത് വൈറ്റിലാണ് കേട്ടോ പാവാട വരുന്നത്. അതിൽ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് ഷോൾഡർ കെട്ടണ ടൈപ്പ്. ഇത് സ്ലീവ് ഇങ്ങനെ കെട്ടണ ടൈപ്പ്. നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇട്ട് വരുമ്പോൾ. കുഞ്ഞു കുട്ടികൾ ഇട്ട് ഓടുമ്പോഴാണ് ഇട്ട് ഓടുമ്പോൾ നല്ല രസമായിരിക്കും. വിത്തൗട്ട് ഹാൻഡ് വർക്കിൽ വരുന്ന പല പല പ്രിന്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതിൽ കുറച്ച് കാണിക്കുന്നത് മാത്രമേ കേട്ടോ, ഒരുപാടുണ്ട് ഇതിലിതാ. മിക്കതും വിത്ത് ഹാൻഡ് വർക്ക് ആണ്. വിത്തൗട്ട് ഹാൻഡ് വർക്ക് വരണമെങ്കിൽ വിത്തൗട്ട് ഹാൻഡ് വർക്ക് ആയിട്ട് അത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ കുട്ടികൾക്ക് ഹാമാവാത്ത വിധത്തിൽ ഇങ്ങനെ എലാസ്റ്റിക് അല്ല വെച്ചിരിക്കുന്നത്, ഇങ്ങനെ കെട്ടാൻ പറ്റുന്നത്. നമുക്ക് സൈസ് എല്ലാ മീഡിയ സെറ്റിലും നമുക്ക് കെട്ടാനായിട്ടുള്ള എലാസ്റ്റിക് ആകുമ്പോൾ അവർക്ക് ടൈറ്റ് ആവും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട്, അതും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർഷൻ ഒക്കെ ഇല്ലേ. ഇത് സ്ലബിൽ വരുന്നതാണ്. അതിൽ തന്നെ ടിഷ്യൂ സ്കേർട്ട് വിത്ത് സ്ട്രൈപ്സ് ആണ്. അതും കുറച്ച് വെറൈറ്റി. അത് ഒരു അംബ്രേല ടൈപ്പ് ആയിട്ടാണ് കേട്ടോ, സെമി അംബ്രേല ടൈപ്പ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ബാക്കിലാണ് ഇതിന്റെ സിബ് വരുന്നത്. എല്ലാത്തിലും സിബ് ബാക്കിലായിട്ട് വരുന്നത്. പിന്നെ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. നമുക്ക്
ഇതില് വാൽക്കണ്ണാടി വരുന്ന ഹാൻഡ് വർക്ക് ആണ്. ഓ ഇതിലൊക്കെ തന്നെ ബിഗ് സൈസിലും വരുന്നുണ്ട്. 38 വലിയ വരുന്ന സൈസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. 38, 40, 42. ഇത് ജസ്റ്റ് സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതില് ബൾക്കായിട്ട് എടുക്കുമ്പോൾ വലിയ സൈസും ഉണ്ട്. വലിയ സൈസും അവൈലബിൾ ആണ്. എത്ര സൈസ് വരെ ലാസ്റ്റ് സൈസ് നമുക്ക് വരുന്ന ലാസ്റ്റ് സെറ്റ് വരുന്ന ഇതിപ്പോ 38 ആണ്. 38, 40, 42 ആണ് ലാസ്റ്റ് സെറ്റ് വരുന്നത്. ഓക്കെ. ഇതില് സ്കേർട്ടിൽ നല്ല അടിപൊളി മ്യൂറൽ പെയിന്റ് ആണ് വരുന്നത്. ഓ നല്ല ഹെവി വർക്ക് അല്ലേ? ഹെവി വലിയ കുട്ടികൾക്കുള്ളത്. അതിലും വർക്കും വന്നിട്ടുണ്ട്. നല്ല ആ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു പെയിന്റ് കാണുമ്പോഴത്തേക്കും തന്നെ ഭംഗിയാ. ഫുൾ അത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ഫുൾ വർക്ക് വന്നിട്ട് ഓൾറൗണ്ട് ഫുൾ ഉണ്ടെന്ന്. അതിന്റെ ഫ്രണ്ട് മാത്രമല്ല വരുന്നത്. അതിൽ ഇങ്ങനെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ടാവില്ല. കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിൽ യെല്ലോ ആണെങ്കിൽ വേറെ കളേഴ്സും ഓപ്ഷൻസ് വരുന്നുണ്ട്. എല്ലാത്തിനും സ്ലീവും ഉണ്ട്. ഇത് വരുന്നത് എല്ലാം സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് ആയിട്ട് കൊടുക്കും. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്താൽ മതി. കുട്ടികൾക്കാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേണമെന്നില്ല. പക്ഷെ ഇതിന്റെ സ്ലീവ് ഇട്ടാൽ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിള്ളേരാകുമ്പോഴത്തേക്കും കുറച്ച് സ്ലീവ്ലെസ് ആകുമ്പോൾ നല്ല ക്യൂട്ട് ആയിരിക്കും. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ നോർമൽ ടിഷ്യൂ കണ്ട് എല്ലാവർക്കും ഈ പ്രാവശ്യം ടിഷ്യൂ വേണ്ട എന്നുള്ള ആൾക്ക് കുറച്ച് മാറ്റം വെറൈറ്റി ആയിട്ട് പിന്നീടും യൂസ് ചെയ്യാലോ. എലാസ്റ്റിക് ഇതാണ്. എലാസ്റ്റിക് അല്ല, ടൈപ്പ് ആണ്. കെട്ടണ ടൈപ്പാണ് കേട്ടോ. മിക്കത് എല്ലാത്തിലും കെട്ടണ ടൈപ്പ് ആയിട്ടായിരിക്കും വരാം കേട്ടോ. അജ്രക്കില് വരുന്നതാണ്. ബ്ലാക്ക് കളേഴ്സ് ഒക്കെ ഉണ്ട്. റെഡ്, ബ്ലൂ അങ്ങനെ ഷെയ്ഡ് വരുന്നത്. അതില് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. 32 സൈസ് വരുന്ന പിള്ളേരുടെയാണ്. പിന്നെ ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ. കളർ ചേഞ്ച് വരുന്നത് ബ്ലാക്കും മെറൂണും ബ്ലൂ ആണ്. എല്ലാം ഫേവറേറ്റ് ഷെയ്ഡ്സ് ആണ് വെച്ചിട്ട്. പക്ഷെ എല്ലാം കളേഴ്സ് എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ അതൊരു സെറ്റ് ആയിട്ട് എടുക്കണം. മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എത്ര രൂപയ്ക്ക് എടുക്കണം എന്താന്നുള്ളത് വീണ്ടും വീണ്ടും പറയണം കേട്ടോ. ഇവിടേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. ഇവർക്ക് മീൻസ് ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട്. ഇത് നമ്മള് പെയിന്റിംഗ് ആണ്, ബ്രഷ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. തൊട്ട് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. എല്ലാം ബ്രഷ് പെയിന്റ് ആണ്. ഫുൾ പെയിന്റ് വർക്ക് ആണ്. ഹാൻഡ് പെയിന്റ്. ഇതില് നോർമൽ സൈസും വരുന്നുണ്ട്. അത് പ്രിന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കില്ല. പെയിന്റ് ചെയ്തതാണെങ്കിലാണ് ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കേണ്ട അവസ്ഥ. പക്ഷെ അപ്പോഴും നല്ല കറക്റ്റ് പെർഫെക്റ്റിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. സ്കേർട്ട് അതിലേക്ക് സ്റ്റോക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബിഗ് സൈസും ഉണ്ട്, നോർമൽ സൈസും ഉണ്ട്. ഇതിന്റെ തന്നെ സെയിം കേട്ടോ. ഇത്രയും അധികം സ്റ്റോക്സ് ഈ ഒരു പോർഷനിൽ മൊത്തം ഇരിക്കുന്നത്. ഇതിൽ എല്ലാം സൈസസ് ഉണ്ട് കേട്ടോ. ഏത് സൈസ് വേണമെങ്കിലും സൈസും ഉണ്ട്, വലിയ വരുന്ന സൈസും ഉണ്ട്. ഇനിയിപ്പോ വലിയവർക്ക് തന്നെ സിമ്പിൾ ആയിട്ടുള്ളത് മതി എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ. അത് കാണുന്നത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. കോട്ടൺ സ്ലബിൽ വരുന്നതാണ്. ഇത് പ്രിന്റ് വരുന്നുണ്ട്. അടിയിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. വർക്ക് നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടാണ് വരുന്നത്. അത് റോസ് ഗോൾഡ് ആണ് കേട്ടോ ഇതിൽ വർക്ക് വന്നിരിക്കുന്നത്. ടിഷ്യൂന്റെ ഷെയ്ഡ് അല്ല, റോസ് ഗോൾഡ് ആണ്. ഇതാ അതില് ഇതാണ് കളർ കോമ്പിനേഷൻ. അതിലിപ്പോൾ നമുക്ക് 2-3 ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും മിക്സ് മാച്ച് ചെയ്യാൻ പറ്റും. കാരണം അടിയിലത്തെ വർക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ അതില്. ഇതും അതേപോലെ ഒരു പാച്ച് വർക്ക് വരണം. ഇഷ്ടംപോലെ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിൽ. നമുക്ക് വലിയ വരുന്ന സൈസും ഉണ്ട്, അതേപോലെ തന്നെ ചെറിയ സൈസും ഉണ്ട്. പിങ്ക്, ബ്ലൂ, നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാത്തിലും വരുന്നത്. നല്ല ടിഷ്യൂ സ്കേർട്ട് വേണം. സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഫ്ലീറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലെയർ ഉള്ള ഇതാണ്. ഇടുമ്പോഴത്തേക്കും ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഇതിൽ ടോപ്പ് വരുന്നത് ഇങ്ങനെ കേട്ടോ, നമ്മുടെ ബ്ലൗസിന്റെ പോർഷൻ പാച്ച് വർക്ക് ആണ് വരുന്നത്. പിന്നെ ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഇത് കാണാൻ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകാനും ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ ചിലത് പ്രിന്റ് ആണ്, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. ഇനി നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ മെഡി സെറ്റിന്റെ സെയിം തന്നെ കണ്ടത്. ഇത് കുർത്തിയാണ്. സ്ലിറ്റുള്ള കണ്ണാടി വരുന്നത്. എല്ലാം ഒറിജിനൽ മിറർ ആണ്. അപ്പൊ ഇത് സിംഗിൾ ആയിട്ട് ഇങ്ങനെ ഒരു കുർത്തിയാണ് വരുന്നത്. 38, 40, 42, 44 സൈസ് വരും. അതന്നെ ബിഗ് സൈസും വരുന്നുണ്ട്. 4XL, 3XL, 4XL, 5XL സൈസ് വരുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് നെറ്റ് വരുന്നതാണ്. താഴെയും വരുന്നുണ്ട് നെറ്റിന്റെ പാച്ച്. നെറ്റിലോട്ടോ ടിഷ്യൂല് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അതിൽ പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിന് പല പല മോഡൽസ് ഉണ്ട് കേട്ടോ. യൂണിക് ഇതായിട്ടാണ്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഓണത്തിനായാലും വിഷുവിനായാലും ഏറ്റവും ആദ്യം അതും ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് കൂടുതൽ ഇവിടെ തന്നെയായിരിക്കും. മിക്ക കടകളിലും പോയാലും ഇവിടെ തന്നെ. ബിഗ് സൈസിലാണ് വരുന്നത്. 46 സൈസാണ് വരുന്നത്. അജ്രക്കില് ഇത്രയ്ക്കും വർക്ക്. അതിൽ ഇത് പ്ലെയിൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് അജ്രക് പ്രിന്റ് തന്നെയാണ് വർക്ക് വരുന്നത്. നോർമൽ സൈസിലാണ് സ്ലിറ്റ് ഉള്ളത് കേട്ടോ. ടിഷ്യൂല് തന്നെ നമുക്ക് പ്ലീറ്റ്സ് വരുന്നതും ഉണ്ട്, സ്ലിറ്റ് ഉള്ളതും ഉണ്ട്. കൂടുതൽ ആൾക്കാരും സ്ലിറ്റ് ആണ് പ്രിഫർ ചെയ്യാറ്, കൂടുതൽ യൂസ് ചെയ്യുന്നത്. പ്ലീറ്റ്സ് ഉണ്ട്. വർക്ക് അടിപൊളിയായിട്ട് കുറച്ച് ഡിഫറെന്റ് ആണ് ഇത്. നോർമലി നെക്ക് മാത്രമല്ല നമ്മൾ
ചെസ്റ്റ് പോർഷനിലും ഹാൻഡ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട്. അതും വിത്ത് ലൈനിങ് ആണ് ഈ കാണിക്കുന്നത്. ഒക്കെ ടിഷ്യൂലാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം കുറച്ചും കൂടി ഹെവി ഹാൻഡ് വർക്ക് വേണമെന്ന് വെച്ചാൽ യോക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുത്തുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ വെച്ചാൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇതെല്ലാം സെറ്റ് വൈസ് ആയിട്ടാണ് ഒരു സിംഗിൾ പീസിനൊക്കെ ചിലർ വിളിക്കണ്ടാവൂല, അതാണ് എടുത്തെടുത്ത് പറയണ ഹോൾസെയിലാണ് കേട്ടോ. ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എറണാകുളം മാർക്കറ്റ് റൂട്ടിൽ. എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഫുൾ ഹോൾസെയിൽ കടകളാണ് നിങ്ങൾക്ക് കിട്ടുക. സിംഗിൾ പീസിനായിട്ട് ഈ ഭാഗത്തേക്കേ വരണ്ട. ഇതാ വർക്കുകൾ ഇഷ്ടം പോലെ കിട്ടും. ബിഗ് സൈസിൽ വരുന്നതാണ് ബാട്ടിക് പ്രിന്റിൽ. ഇത്രയും ബിഗ് സൈസ്, ഇത് 50 സൈസ് ആണ്. 50 സൈസിൽ കേട്ടോ. ഇത്രയും ബാട്ടിക് പ്രിന്റിൽ അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല സൈസ് വരുന്നുണ്ട്. അതാണ് ശരിക്കും എടുത്ത് കാണിക്കേണ്ടത്. ബിഗ് സൈസിൽ ചിലവര് ബോഡി കറക്റ്റ് ആണ്, പക്ഷെ കൈ കയറുന്നില്ല, ഈ പോർഷനിൽ ടൈറ്റ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഫീല് വേണ്ട. കാരണം അതാ ഇത്രയ്ക്ക് സൈസ് വരുന്നുണ്ട് ഇതില്. അപ്പൊ ബിഗ് സൈസ് ഇനി ആവശ്യമുള്ളവർക്കും ഇവിടെ ഉണ്ട് 50 സൈസ്. ഇതില് നോർമൽ സൈസ് ആണ്. അജ്രക്കില് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടിഷ്യൂല്. ഇത് വെച്ച് നോക്കുമ്പോ അത് വെച്ച് നോക്കുമ്പോ അടുത്തത്, പക്ഷെ അത് ഭംഗിയുണ്ട്. സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് സിമ്പിൾ. ഒരു റെഡ് ബീച്ച് വെച്ചിട്ട് നല്ല സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നതും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പൊ ഇതെടുത്തപ്പോ ഇനി അടുത്ത് നോക്കിയപ്പോ അത് ഭംഗി നോക്ക്. ഫുൾ അജ്രക് പാച്ചില് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ്. അജ്രക് എപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം. പിന്നെ ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ കുറച്ച് കാണിക്കുന്നുള്ളത് കൂടാണ്ട് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഒരു ഐഡിയ കിട്ടുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് കൂടാണ്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോക്സും അത്രയധികം കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ വരാം. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാം. ഇത് ബിഗ് സൈസിൽ വരുന്നതാണ്. സ്ട്രൈപ്സ് ആണ് ടിഷ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രൈപ്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മൾ വണ്ണം തോന്നിക്കില്ല. അപ്പോൾ പ്ലെയിൻ ആകുമ്പോൾ നമുക്ക് വണ്ണം ഫീൽ ചെയ്യും. സ്ട്രൈപ്പ് ആകുമ്പോൾ വണ്ണം തോന്നിക്കില്ല. പക്ഷെ ഇത് ബിഗ് സൈസ് ആണ്, 50 സൈസ്. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ ആലിയ കട്ട് വന്നിരിക്കുന്നതാണ്. ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ്. ഡിജിറ്റൽ, അത് ആലിയ, വീനെക്ക്, ഡിജിറ്റലൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഐറ്റംസ് ആണ് അല്ലേ. ഇത് ഒരുവിധ ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കടയിലേക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങളായിട്ട് മാറി നിൽക്കണ്ട. അബ്രോഡ് കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. കാരണം അവർക്ക് കിട്ടാനായിട്ട് ടൈം ഇവിടേക്ക് ആകുമ്പോൾ 2 ഡേയ്സിനുള്ളിൽ കൊറിയർ കിട്ടും. അവിടെ ആകുമ്പോൾ വീക്ക്ലി ഒരു വീക്ക് പിടിക്കും, 14 ഡേയ്സ് ഒക്കെ പിടിക്കും. പുറത്തത്തെ UAE കസ്റ്റമേഴ്സ് ആണെങ്കിലും കുവൈറ്റും അബ്രോഡ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും. അപ്പൊ അവര് പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊക്കെ ഒരു 2-3 ഡേയ്സ് മതിയാവും. ഇതും സ്ട്രൈപ്പിൽ തന്നെ അങ്ക്രക്ക സ്റ്റൈലിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. സിമ്പിൾ ടിഷ്യൂ ആണ്, ഹാൻഡ് വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ഡിജിറ്റൽ പ്രിന്റ്, യോക്ക് പോർഷനിൽ ഫ്ലവേഴ്സ് ഫുൾ ഹാൻഡ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും വിത്ത് ലൈനിങ്. യെസ്, എല്ലാം വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ. വർക്ക് അടക്കം വരുന്നത്. ആ വർക്ക് വേണം വേണ്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി വെറൈറ്റി ആണ്. സ്ട്രൈപ്സിലാണ് അക്കോബ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല മിറർ വർക്കും നല്ല ഹാൻഡ് വർക്കാണ്. ഹക്കോബയിലാണ് കേട്ടോ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം. ഇത് ഈ പ്രാവശ്യത്തെ വിഷു അങ്ങനെ തകർക്കാല വിഷു തകർക്കാന്ന്. എന്താ ഇതും സ്ട്രൈപ്പിൽ തന്നെ, ഇതിലും പാച്ച് വർക്ക് തന്നെയാണ് ചെയ്തത്. പാച്ച് വർക്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ടല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് വർക്കുകളുണ്ട്. ഇനി ഇത് വിചിത്ര സിൽക്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, വിചിത്ര സിൽക്കിൽ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൽ പാവാട ഫുൾ ഹെവി ഇത്രയ്ക്കും വർക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ട് മാച്ച് ചെയ്യാം. പിന്നെ വേറെ പഴയതൊക്കെ ഇരിക്കണമെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും. പക്ഷെ അടിപൊളിയാണ് കേട്ടോ സംഭവം. വർക്ക് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഓരോരോ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിചിത്ര സിൽക്ക്, അതുപോലെ അജ്രക്കായി, കലംകാരി, ഹക്കോബ എല്ലാം നമുക്ക് ആ ഒരു ടിഷ്യൂ ട്രഡീഷണലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ മിഡി സെറ്റും നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ്. ഇത് കുറച്ചും കൂടി പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എലാസ്റ്റിക് ആണ് കേട്ടോ എൻഡ് പോർഷനിൽ വന്നിരിക്കുന്നത് കയ്യിലേക്ക്. ഇത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ്, അടിയിൽ സ്കേർട്ട്, അങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇട്ട് കാണിച്ചത് അല്ലേ? അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇവരുടെ മോഡൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറേ ഇത് വിചിത്രയിൽ തന്നെ, വിചിത്രയിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഓവർകോട്ട് ഐറ്റം. ഞാനും വിചാരിച്ചു ഇതെങ്ങനെ ട്രഡീഷണൽ ആവാന്നുള്ളത്. ഇപ്പോഴെല്ലാം മനസ്സിലായത് ഇതിങ്ങനെയാണ് ട്രഡീഷണൽ വരാന്നുള്ളത്. നല്ല ഇതിനൊക്കെ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. നല്ല അടിപൊളി ഐറ്റംസ് ആണ്. ഇത് 2 in 1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹാൻഡ് വർക്ക് ആണ്.
സെപ്പറേറ്റ് ഓർക്കോട്ട്. ഇത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ആ ടോണിൽ തന്നെ ഒരു കളർ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ടിഷ്യൂന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ സെറ്റ് വൈസ് ആയിട്ടാണ്. അപ്പൊ ഇത് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ട്രഡീഷണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. 2 ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതില്, 2 in 1. അതൊക്കെ ചെറിയ സൈസിൽ നമ്മൾ ആദ്യം കണ്ട 32 സൈസിൽ വരുന്ന വിചിത്ര സിൽക്കിലുള്ള മിഡി സെറ്റ് ആണ്. സ്കേർട്ട് ഫുൾ ഹെവി ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് അത്യാവശ്യം നന്നായി കയറിയിട്ടുണ്ട് ഓരോ ഇതിലും. എല്ലാവരും കൂടുതലും വർക്ക് ഉള്ളതാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്, കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇപ്പൊ പണ്ടത്തെ കാലം ഒന്നുമല്ല, ഇപ്പൊ കുട്ടികൾക്കായാലും അവരാണ് കുറച്ചും കൂടി പണ്ട് കുട്ടികൾക്ക് അയ്യോ കുത്തണതാ ഇതാ ഹാൻഡ് വർക്ക് വേണ്ട. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ വലിയൊരു ചെത്തണ പോലെ അവർക്കും ചെത്തണമെന്ന്. അടിപൊളിയായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ വർക്കിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് സിൽക്കാണ്. നമുക്ക് വിചിത്ര സിൽക്കിൽ വരുന്നുണ്ട്, സ്ലബിൽ വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്. ടോപ്പ് പോർഷൻ അല്ലേ? ഇനിയിപ്പോ വെൽവെറ്റിലുള്ള കുർത്തീസ് ആണെങ്കിൽ നമുക്ക് വെൽവെറ്റ് വരുന്നുണ്ട്. വെൽവെറ്റിൽ പാച്ച് വർക്ക് അല്ല, ടിഷ്യൂല് വെൽവെറ്റിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തി. ഇത് നമുക്ക് ധാവണിയാണ് വരുന്നത്. ഞാൻ വെയിറ്റ് ചെയ്ത് പോയി നമ്മുടെ ധാവണി സാരി ഇത് ബ്ലൗസ് പീസ് ആണ്. മെറ്റീരിയൽ മാത്രമാണ്, അതിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് സ്ലീവിന്റെ പോർഷനിൽ വരുന്നത്. അതുപോലെ ഇത് സ്ലീവിന്റെ പോർഷനിലേക്ക് ആ വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ മാത്രം നമ്മൾ ഹാൻഡ് വർക്ക് കൊടുക്കും. വർക്ക് വന്നിട്ടുള്ളത്. ഇത് ബ്ലൗസ് നല്ല സൈസ് ഉണ്ട്, മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് ഡിജിറ്റൽ പ്രിന്റിന്റെ ആണ്. അപ്പൊ ശരിക്കും വരാണെങ്കിൽ ഇതിന്റെയൊക്കെ നമ്മൾ വീഡിയോസ് കാണിച്ചു തരാം, അപ്പൊ നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിന് കൂടെ ദുപ്പട്ട ആയിട്ട് വരും. ദുപ്പട്ട സാരിക്ക് കൊടുക്കാൻ പറ്റില്ല, അതും നല്ല നീളത്തിലാണ്. അപ്പൊ ഇതിന്റെ മോഡൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മള് ടിഷ്യൂന്റെ ധാവണി മോഡൽ അല്ലേ? ഇതിൽ കുറച്ച് കളറായിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അല്ലേ? റോസ് ഗോൾഡ് ആ ഒരു ഷെയ്ഡില്, റോസ് ഗോൾഡ് അല്ല, കോപ്പറില് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിത്തൗട്ട് ഹാൻഡ് വർക്ക് വരണം. ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത്. ഇത് മോഡൽ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ ഉണ്ട്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാട്ടോ ഞാൻ. കാരണം ഇത് ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ഒരു ലുക്ക് എക്സാക്ട് കിട്ടില്ല. നമുക്ക് ഉടുത്ത് വരുമ്പോൾ അതിന്റെ ഒരു ബ്ലൗസ് പീസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വേണമെന്ന് വെച്ചാൽ ഹാൻഡ് വർക്ക് ചെയ്യാം. അത് ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ധാവണിയിൽ തന്നെ നമുക്ക് അജ്രക്കിന്റെയും വരുന്നുണ്ട്. അജ്രക് ബ്ലൗസ് പീസ് നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. അത് അജ്രക്കിന്റെ. ഇത് ടോപ്പ് വരുന്നതാ, ബ്ലൗസ് പീസ് വരുമ്പോ ഇത് ദുപ്പട്ട സ്കേർട്ട്. ഇങ്ങനെയായിരിക്കും ഒരു ലുക്ക്. ആഹാ അടിപൊളി. കളർ ചേഞ്ച് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, മെറൂൺ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പോൾ സെറ്റില് അപ്പോൾ ഇങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇനി നമുക്ക് സ്കേർട്ട് മാത്രം, ചിലർ സ്കേർട്ട് സ്കൂൾ കോളേജ് പിള്ളേർ അങ്ങനെ സ്കേർട്ട് മാത്രം മതി, ഇത്രയും പീസ് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ മാത്രമായിട്ട് പ്ലെയിനിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. നമുക്ക് ടിഷ്യൂ സ്കേർട്ട് വരുന്നുണ്ട്, കോട്ടൺ സ്കേർട്ട് വരുന്നുണ്ട്, എങ്ങനെ സിൽവർ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ സ്കേർട്ട് മാത്രമാണെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരൂ. ഇങ്ങോട്ട് വരൂ, ജസ്റ്റ് ഒന്ന് സെറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ ചെറിയ സൈസിൽ വരുന്നതാണ്. 26, 28, 30 ആ സൈസ് വരുന്നത്. പിന്നെ വലിയ വരുന്ന സൈസ് വരുമ്പോൾ 38, 40, 42. ലാസ്റ്റ് സൈസ് 42 മിഡി സെറ്റിൽ വരുന്ന സ്റ്റാർട്ടിംഗ് സൈസ് 26 ടു ലാസ്റ്റ് പോകുന്നത് 42. സൈസ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്മോൾ സൈസിൽ വരുന്ന 26, 28, 30. പിന്നെ വരുന്ന സൈസ് 30, 32, 34, 36. പിന്നെ വരുന്ന 38, 40, 42. അങ്ങനെ 3 സെറ്റ് ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എല്ലാം സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് മൊത്തം ഇരിക്കുന്നത് സ്റ്റോക്കാണ് കാണുന്നത്. ഇത് ഫുൾ ട്രഡീഷണൽ വേറെ കളക്ഷൻസ് ആണ് മൊത്തം ഉള്ളത്. ഇനി ധാവണിയും കഴിഞ്ഞ് ഇതെന്താ സംഭവം? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്പെഷ്യലായിട്ട് ഇറക്കണം പറഞ്ഞാണ്. സാരി, നമ്മളെ സാരി. ഞാൻ വീഡിയോ കഴിയാറായില്ലോ, സാരി കാണിക്കാത്ത ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു. ടിഷ്യൂ പ്രിന്റിൽ വരുന്നതാണ്, നല്ല അടിപൊളി പ്രിന്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് അപ്പൊ വിത്ത് ബ്ലൗസ് അടക്കമാണ് വരുന്നത്, ഇൻക്ലൂഡിങ് ബ്ലൗസ് ആണ്. വിത്ത് ബ്ലൗസ് അടക്കമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഡിജിറ്റലിലാണ് സാരി വരുന്നത്. ബ്ലൗസും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിൽ തന്നെ കുറേ ഉണ്ട്. ഈ കാണുന്നത് മൊത്തം സാരീസ് ആണ്. ഇത് കേട്ടോ, ഈ ഫുൾ കാണുന്നത് പേസ്റ്റൽ ഷെയ്ഡ്, നല്ല ഫ്ലോറൽ പ്രിന്റും
ഇടുമ്പത്തേന്ന് തന്നെ അടിപൊളിയായിരിക്കും. ഇതിൽ തന്നെ ഫുൾ ടിഷ്യൂലാണ് വരുന്നത്, ഫുൾ പല പല പ്രിന്റ് വരുന്നുണ്ട്. ഹാ എന്നെ ജസ്റ്റ് കാണിക്കാൻ ഇതാ അടിപൊളി. അതൊക്കെ തുറന്ന് കാണിക്കുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. വലിയ വലിയ ഫ്ലവേഴ്സ് ഒക്കെ വരുമ്പോഴില്ലേ ഇതെല്ലാം പല പല പ്രിന്റ് ആണ്. ഇടുമ്പത്തേന്ന് തന്നെ എല്ലാം ബ്ലൗസ് പീസ് അതിന്റെ വിത്ത് ടെക്സ്റ്റൈൽസ് ആണ് വരുന്നത് അല്ലേ? എല്ലാം ഓരോന്നോരോന്ന് കളർ കോമ്പിനേഷൻ ഉണ്ട്. അതിൽ വരുമ്പോൾ ആ ഒരു പിങ്ക് കോമ്പിനേഷൻ ആയി, ഇതാകുമ്പോൾ ഗോൾഡിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെ എല്ലാത്തിലും പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബൾക്ക് ആയിട്ടുള്ളതാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഫുൾ കാണുന്നത് സാരീസ് ആണ് കേട്ടോ, കാണുന്നത് മൊത്തം. അപ്പൊ ഇതൊക്കെ സാരീസ് എടുക്കുമ്പോൾ എത്ര എടുക്കണം? അങ്ങനെ ഇത് നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ സെറ്റ് ആക്കാം, അല്ലാണ്ട് ഇത്ര പീസ് വേണമെങ്കിൽ ഇത്ര പീസ് ആയിട്ട് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഷോപ്പുകാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ഇത് വരുന്നത് നമുക്ക് കേരളത്തിലെ എറണാകുളത്ത് ഗോപാല പ്രഭു റോഡിന്റെ ജസ്റ്റ് എൻഡ് മുട്ടുന്നതാണ് നമുക്ക് ശരത്ത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് റോഡിൽ തന്നെയാണ്. മാർക്കറ്റ് റോഡിൽ തന്നെയാണ് ശരത്ത് എന്ന് പറഞ്ഞത്. ഇതൊരു 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ്. അത് കൂടാണ്ട് തൊട്ടപ്പുറത്തും ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്, 2 ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ മൊത്തം എല്ലാം കളക്ഷൻ. ഇപ്പോൾ ഇത് കാണിച്ചത് വിഷുവിൻ്റെ കളക്ഷൻസ് ആയാൽ പോലും 365 ഡേയ്സ് ഓടുന്ന കളക്ഷൻസും നമ്മൾ നേരത്തെ കണ്ടു. അത് എപ്പോഴും 365 ഡേയ്സ് ഉള്ള കളക്ഷൻസ്, വെറൈറ്റികൾ. സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 198 ആണ്. 198 തൊട്ട് നമുക്ക് ഫുൾ 1000+ പോകുന്ന തരം ഐറ്റംസ് റേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ റേറ്റ് ഒന്നും പറയുന്നില്ല. റേറ്റ് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് റേറ്റ് അറിയണമെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അത് ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരാണ് ഓൺലൈനിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ടീം ഇരിക്കുന്നുണ്ട്. അവരാണ് ഇത് മൊത്തം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. നമ്മളപ്പോൾ നിൽക്കുന്നത് പേര് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ശരത് അപ്പാരൽസ് എറണാകുളം. അതെടുത്ത് പറയാം. അപ്പൊ താങ്ക് യു. ഇത്രയും നേരം നമ്മുടെ കൂടെ എത്രയോ മണിക്കൂർ, 1 മണിക്കൂറിന് മേലെയാണ് നമ്മുടെ കൂടെ നിന്നത്. പിന്നെ കുട്ടി നമ്മുടെ കൂടെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഫുൾ ടൈം നമുക്ക് എടുത്ത് കാണിക്കാനും എല്ലാത്തിനും സ്പെഷ്യൽ ആയിട്ടുള്ള ബില്ലിംഗ് സെക്ഷനിലാണ് നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ് കുട്ടീനെ കാണിക്കാൻ. പേര് മറന്നു കേട്ടോ. നന്ദു. ടാറ്റ പറയ്. ബൈ.